ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. അഹം കുറയ്ക്കണം എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? തനിക്ക് താൻ തന്നെ ഒരു തടസ്സമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. അപ്പോൾ നിവർത്തികേട് കൊണ്ട് മാറേണ്ടി വരുന്നു എന്നാണ് സാരം. അഹം ദോഷമാണ് എന്ന് തിരിച്ചറിഞ്ഞതെപ്പോഴാണ്? അഹമില്ലാത്തവൻ്റെ ആനന്ദം കണ്ടപ്പോഴാണ് നമുക്ക് തന്നെ അഹത്തെ മാറ്റണം എന്നുള്ള തിരിച്ചറിവ് വന്നത്. സാധന ചെയ്യുന്നത് അഹത്തിൻ്റെ അടിവേരറുക്കാനാണ്. നമ്മളിലെ തടസ്സം തിരിച്ചറിയുന്നത് ഈ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന എന്താണ്? നമ്മളിൽ പ്രകാശിച്ച് നിൽക്കുന്ന ഈ അഹം കാരണമാണ് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. അഹത്തെ വേരോടെ അറുത്തെറിയുക എന്നുള്ളത് തന്നെയാണ് ഒരു സാധകൻ്റെ ലക്ഷ്യവും. അവധൂത് ഗുരുപ്രസാദ്ജിയുടെ പ്രേമസാഗര തീരെ എന്ന ഈ ഒരു രചനയിൽ നിന്നും നമുക്ക് ഇന്നത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വീണ്ടും വഴുതക്കാടുള്ള സ്കൂൾ ഓഫ് ശാന്തിയിലാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് നമ്മൾ ശിവരാജയോഗി ശാന്തി പ്രസാദ്ജിയുമായിട്ടുള്ളൊരു സത്സംഗം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാർഗം ശിവരാജയോഗം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് കൂടുതലായിട്ട് നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. 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 സ്വാമിജി, ഇപ്പം നമ്മൾ ശിവരാജയോഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് ഇറങ്ങി അതിനെ മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടുണ്ട്. ഈ ശിവരാജയോഗം എന്നുള്ള വേർഡ് മീനിങ് ഇപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു. ശിവൻ എന്ന് പറഞ്ഞ ബോധം, രാജയോഗം. അപ്പം ഈ ബോധം വഴിയും പാത, ബോധത്തിലേക്കുള്ള പാത എന്നോ ബോധവും പാത, ആ ഒരു അർത്ഥം വരുന്നുണ്ടോ ഇതിൽ? അത് ഇൻഹറൻ്റായിട്ട് ആ അർത്ഥമുണ്ട്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം അതെന്താണെന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ശിവൻ എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സത്യം. അതിലേക്ക് പോകാനുള്ള ഒരു രാജ ശബ്ദം ഉദ്ദേശിക്കുന്നത് റോയൽ എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ ക്വാളിറ്റി എന്താ വെച്ചാൽ ഡൈനമിസം, ഡൈനമിക്കായിട്ടുള്ള ഒരു പാത്ത് ടു റീച്ച് ദ ഗോൾ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്ത് ഇതിൻ്റെ എല്ലാ പ്രോഗ്രാമും ഡൈനമിക്കാണ്. നമ്മൾ ഈ ചെയ്യുന്ന ഈ രാജയോഗത്തിൽ, പൊതുവെ രാജയോഗത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു ഡൈനമിക് പ്രോഗ്രാമാണ്. ബ്രീതിങ്, ഒബ്സർവേഷൻ, ബ്രീതിങ്, മൈൻഡ് കൊണ്ട് ഫോക്കസിങ്, ഇതെല്ലാ കാര്യവും വളരെ ഡൈനമിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കുറച്ച് ആൾക്ക് ഈ ഡൈനമിക് നേച്ചറുള്ള ആൾക്കാർക്കാണ് ഇത് പറ്റുന്നത്. ചിലപ്പോൾ നോക്കിക്കോളൂ, കുറച്ച് വേറെ ഈ ബുദ്ധിപരമായി ഇതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ. അവർ ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ചിലപ്പം മൂവ് ചെയ്യുക തന്നെയല്ല, ദിവസങ്ങളോളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ അവർ വേറെ എല്ലാം മറന്നിട്ട് അങ്ങനെ നിൽക്കുക. മൈൻഡ് വലിയ പൊട്ടൻ്റായിരിക്കും, പക്ഷേ ഫിസിക്കലി മറ്റ് ലെവലുകളിലെല്ലാം വിസ്മരിച്ചിരിക്കുക. ഡൈനമിക്കായിട്ടൊന്നും കാണത്തില്ല നോട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ വലിയ ചിന്തകന്മാരാണ്. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന യോഗമുണ്ട്. ആ യോഗമാണ് നമ്മുടെ ജ്ഞാനയോഗം. ക്വസ്റ്റ്യൻ ചെയ്യാണ്, ഹു ആം ഐ എന്ന് ചോദിക്കുക. വാട്ട് ഈസ് റിയൽ, വാട്ട് ഈസ് അൺറിയൽ എന്ന് നോക്കാം. ഈസ് ഇറ്റ് റിയൽ എന്ന് നോക്കണം. ഈസ് ദ ബോഡി റിയൽ. അപ്പോൾ അതിങ്ങനെ ചോദ്യം ഇട്ടിട്ട് ഇങ്ങനെ അവരും ഡൈനാമിക്കായിട്ടിരിക്കുന്നത് വെച്ചാൽ മെൻ്റലി ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നു. ഫിസിക്കലി അവരൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈസ് ബോഡി റിയൽ അല്ല എന്ന് പറയണം. എന്നാൽ സെൻസസ് റിയൽ ആണോ? പിന്നെ ആൻസർ വരുന്നു അല്ല. നേതി. മൈൻഡാണോ? നേതി അല്ല. ഇൻ്റലക്റ്റ് ആണോ? അല്ല. പിന്നെ ഈഗോ ആണോ? അല്ല. പിന്നെ ചിത്താണോ നിങ്ങൾ എന്ന് വിചാരിക്കുന്ന നിങ്ങളാണോ സത്യം എന്ന്? അല്ല. പിന്നെ എന്താണ്?
എന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തെളിയുക. അപ്പോൾ അവിടെ ഈ പറയുന്ന അതിന് ജ്ഞാനയോഗം എന്ന് പേരിട്ട് നമ്മൾ വിളിക്കുന്നു. പക്ഷേ ഇതിന് നമ്മൾ രാജയോഗം എന്ന് പേരിടാൻ കാരണം ഇതൊരു ഡൈനമിക് പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെ നേച്ചറുള്ള ആൾക്കാർക്ക് ഇത് എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ ഹൈലി ഇമോഷണലായിട്ടുള്ള ആളുകളെന്ന് വെച്ചോളൂ, വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാർ. പെട്ടെന്ന് ഇമോഷണലാണ്. അവരെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകൾ. എന്തെങ്കിലും ചെറിയ ഒരു തുമ്പിയെ കണ്ടാൽ തന്നെ ചിലപ്പോൾ അങ്ങ് കരച്ചിൽ വരാം. നേച്ചറിൽ അങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദുഃഖം വന്നിട്ടൊന്നുമല്ല, പെട്ടെന്നൊരു ഇമോഷൻ ഇങ്ങനെ വരിക. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് അവർ അതിൽ ഫോക്കസ്ഡ് ആകുന്നു, പെട്ടെന്ന് തന്നെ ഒരു ഇമോഷൻ അങ്ങ് സർഫസ് ചെയ്യുന്നു. ബോഡിയിൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ല. ഈ ഡിവോഷണൽ പാത്തിൽ സഞ്ചരിക്കുന്ന ഭക്തിയോഗക്കാരതാ, ആ നേച്ചറുള്ളവർക്ക് അത് വളരെ പറ്റും. പിന്നെ ചിലർ കർമ്മികളായിരിക്കും, അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പം വേറെ ഒന്നും ഇല്ല, ഒരു ഗോൾ വെച്ചിട്ട് ആ ഗോളിലേക്ക് അങ്ങ് നടന്നുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ബോഡി കൊണ്ട് എക്സർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ എക്സർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏതോ ഒരു ദേവതയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് അർപ്പിതമായി ചെയ്യുന്ന കർമ്മങ്ങളാണെന്ന് അവരങ്ങ് റിയലൈസ് ചെയ്ത് അതിലോട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ പ്രാണനിലൊന്നും വലിയ ഈ പറഞ്ഞതുപോലെ ശ്വാസം വലിക്കുകയോ പ്രാണായാമ ക്രിയകൾ ചെയ്യുകയോ ആസനങ്ങൾ തലകുത്തനെ നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരിങ്ങനെ അർപ്പിതമായി അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കർമ്മയോഗികളാണ്. അതുപോലെ രാജയോഗം വരുമ്പോഴത്തേക്ക് ഈ ഡൈനമിക് നേച്ചറുള്ളവർക്ക് അത് പറ്റത്തില്ല. അവർക്ക് മനസ്സും ഡൈനമിക്കാണ്, അതുപോലെ തന്നെ അവരുടെ ബോഡിയും ഡൈനമിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബോഡിയെ ക്ലീൻ ചെയ്ത് ഡൈനമിക്കായിട്ടുള്ള പ്രോസസ്സിലൂടെ ബോഡിയെ ക്ലീൻ ചെയ്യുക, ബ്രത്തിനെ ക്ലീൻ ചെയ്യുക, മൈൻഡിനെ ക്ലീൻ ചെയ്യുക, എല്ലാം ചെയ്തിട്ട് അവസാനം ആ ഗോളിലേക്ക് നടന്നെടുക്കുക എന്ന് പറയുന്ന ഈ വലിയ വേറൊരു നേച്ചറാണ്. അപ്പോൾ ഈ കാറ്റഗറി ആൾക്കാർ ആ നേച്ചറുള്ളവർ. അതുകൊണ്ടാണ് അതിന് ആ പേര് വെച്ചിരിക്കുന്നത്. രാജയോഗം എന്ന പൊതുവേ പേര് ഈ ഡൈനമിക് നേച്ചറുള്ള ഒരു യോഗമായതുകൊണ്ട് അതാണ് പാത്ത്. ഇറ്റ്സ് എ ഡൈനമിക് പാത്ത്. ആ പറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതാണ്, ഡൈനമിസമാണ് ആ വഴി അവരുടെ. അതുകൊണ്ട് അവർ ഡൈനമിക് പാത്ത് പറയും. അതാണ് രാജയോഗത്തിൻ്റെ നേച്ചർ. ശിവരാജയോഗം കോൺഷ്യസ്നെസ്സിലേക്ക് അടുക്കാനുള്ള ഡൈനമിക് പാത്ത് എന്നാണ്. സ്വാമിജി, ഇപ്പം ശിവരാജയോഗത്തിനെ കുറിച്ച് അങ്ങയോട് ഈ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അങ്ങ് കൂടുതലും ഈ ശാസ്ത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് സയൻസിനെ ബേസ് ചെയ്താണ് അങ്ങ് എല്ലാം സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന എല്ലാം ഈ അത്ഭുതങ്ങൾക്കും അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നവരും ഉണ്ട്. എന്നാൽ അങ്ങ് എന്താണ് ഈ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു യോഗത്തിന് പറയാൻ ആഗ്രഹിക്കുന്നത്? അത് അതിൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഉള്ള ഒരു ശീലം അങ്ങനെയാണ്. അപ്പോൾ അച്ഛനും അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് വന്നതാണ്. ഞാൻ അവിടെ തന്നെ അതിൽ തന്നെ നിൽക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ മറ്റേ വഴിയിൽ ഇവരോട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തീർത്ഥാടനം നടത്തുക. അപ്പോൾ നമ്മൾ തീർത്ഥാടനം നടത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു സ്ഥലം ഒന്ന് ഒരാൾ പറയുക, ഹിമാലയത്തിൽ ഇന്ന സ്ഥലത്ത് ഉള്ള ഗംഗോത്രിയിലെ ക്ഷേത്രം. വലിയ അർജാണ് അവിടെ പോകണം. അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ട ഒരു സംഭവം, ബുക്കുകളിൽ വായിച്ച സംഭവങ്ങൾ. അപ്പോൾ എന്നാൽ പോവാം എന്ന് പറഞ്ഞ് അതൊരു ഇമോഷണൽ ഡ്രൈവ് വരികയാണ് അതിനകത്ത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അപ്പോൾ ഇത്രയും മൈലുകൾ താണ്ടി ദിവസങ്ങളുടെ കഷ്ടപ്പാടുകൾ നമ്മൾ അവിടെ എത്തി. ചിലപ്പം ആ യാത്രയിലൊക്കെ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ എനിക്കുണ്ട്. കാരണം ഓഫ് സീസണിലൊക്കെ വിവരമില്ലാതെ അവിടെ പോവുക, സീസണിൽ പോകേണ്ടതിന് പകരം ഓഫ് സീസണിൽ ചെന്നപ്പെടുക. അപ്പോൾ അങ്ങനെ വലിയ മാരണഘട്ടങ്ങൾ താണ്ടി പോവുക, അപകടമുള്ള സ്ഥലങ്ങൾ. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ താണ്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുക. മരിക്കാം. ഗംഗോത്രം കഴിഞ്ഞ് ഗോമുഖിലേക്ക് പോകുന്ന സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് പല കാലങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ അപകടങ്ങൾ നമ്മൾ താണ്ടി പോകുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണ്. എന്തോ കാരണവശാൽ നമ്മൾ സർവൈവ് ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളായിട്ടത് താണ്ടി എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയോ ഒരു അദൃശ്യ ശക്തി, ഇപ്പോൾ ഒരു ഷെർപ്പ അങ്ങനത്തെ സ്ഥലത്ത് വന്ന് ചേരുക. അയാളവിടെ വന്നില്ലെങ്കിൽ, അങ്ങനെ അയാളെന്നൊന്നും പറയാൻ ഒക്കില്ല, അദ്ദേഹം അവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ പോയി
അപ്പോൾ അങ്ങനെ ഒരു അദൃശ്യമായ ഒരു ഏതോ സംഭവത്തിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അവിടെ വരും, ഈശ്വരൻ തന്നെയാണ് എന്ന് തോന്നുക. എന്നിട്ട് ആ വ്യക്തിയെ നമ്മൾ ഈശ്വരനായിട്ട് അങ്ങ് കണ്ടുപോകാണ്. കാരണം നമ്മൾ ആകെ കൂടിയുള്ള നമ്മുടെ ഒരേ ഒരു ഹെൽപ്പ് ഇത് മാത്രമാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് തൂക്കിയെടുത്ത് സംരക്ഷിച്ച് നമ്മൾ കരയിൽ കൊണ്ടുവന്നിരുത്തും. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിവോഷണൽ അബ്സർജ് ഉണ്ടാവുക ഉള്ളിൽ. ഞാൻ ആരുമല്ല എന്ന് തിരിച്ചറിയുകയാണ്. എല്ലാം വേറെ ഏതോ ഒരു ശക്തിയാണ് ഇതിനെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. ആ നിയന്ത്രണത്തിലാണ് ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ അനുഭവമാണ്, പേഴ്സണൽ അനുഭവം. അതിമനോഹരമായ അനുഭവങ്ങൾ എല്ലാം ചിലപ്പോൾ റിസ്ക്കുമായി ബന്ധപ്പെട്ടായിരിക്കും. സർവൈവൽ, മരണത്തിൽ നിന്ന് കരയിലേക്ക് കയറുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ സംഭവിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യണമെന്ന് തോന്നിക്കും. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. പലർക്കും അങ്ങനെ ആവാം. അവർ സീസണിൽ പോയി, നമ്മൾ ഓഫ് സീസണിൽ പോയി, ഇതാ അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുക. ഈ ഓഫ് സീസണിൽ പോയ എനിക്ക് ആ പർട്ടിക്കുലർ ഡേയിലുണ്ടായ പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. ഇനി ഒരാൾ ഓഫ് സീസണിൽ പോയാലും അവർ പോകുന്ന ആ സമയത്ത് ഇതുപോലെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞ്, ഉരുകിക്കൊണ്ടിരിക്കുന്ന മഞ്ഞിനിടയിൽ കൂടെ പോകേണ്ടി വന്നിട്ടില്ലെങ്കിൽ ഇത് അവർക്കുണ്ടാവില്ല. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്ത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ തോന്നിക്കും. ഒരു നിങ്ങൾ പോകണം, നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവും എന്ന് പറയാം. അവർക്ക് വേറൊരു അനുഭവമായിരിക്കും ഉണ്ടാകും. പ്രചോദനം കൊടുക്കാം, ഒരാൾക്ക് ആ എക്സ്പീരിയൻസിലേക്ക് എക്സ്പോസ് ചെയ്യാനുള്ളൊരു അവസരം നമ്മളായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിനെ നമ്മൾ ടെൻഡർ ചെയ്യുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ അതിൽ സറണ്ടർ ചെയ്യുന്നു, അതിലെപ്പോഴും നമ്മൾ വലിയ ഫീലിങ്ങോടുകൂടി അതിനെ കാണുന്നു, ഭക്തിയോടുകൂടി അത് അനുഭവിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഈ അനുഭവത്തിൽ അവിടെ ഈശ്വരൻ വന്ന്, അവിടുന്ന് സാക്ഷാൽ പരമശിവൻ വന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെ അവിടെ നിന്ന് കരയിലേക്ക് കയറ്റി എന്ന് ഞാൻ പറയാം. ഇത് കേൾക്കുന്ന ഒരാൾ, അയാൾ ഇത് എങ്ങനെ എടുക്കും? ആ കേൾക്കുന്ന ആളിൻ്റെ ഇത് ചിലപ്പോൾ അയാൾ മഹാഭക്തനാണെങ്കിൽ അയാൾ അങ്ങനെ തന്നെ അപ്പത്തൊട്ട് പാദം നമസ്കരിച്ചിട്ട് അയാൾ അത് എടുക്കും. എന്നാൽ ജനറാലിറ്റി ഓഫ് പബ്ലിക്കിന് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പല വിശ്വാസക്കാർ, പല മതക്കാർ, ജനങ്ങളാണ് എല്ലാം. അപ്പം അവർക്ക് ഈ പറയുന്ന അയാൾ ഒരു ഫനാറ്റിക് ഹിന്ദു എന്ന് തോന്നിക്കും. അവർക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണമെന്നില്ല നമുക്ക്. പക്ഷേ ഇത് ജനറലൈസ് ചെയ്യുന്നതിൻ്റെ പ്രോഗ്രാം ഫെയിലായി എന്ന് നമുക്ക് കാണാം. ആ പ്രോഗ്രാം ഫെയിലായിരിക്കുന്നത് കൊണ്ടാണ് ഇത് കൺവിൻസിങ് അല്ലാതിരിക്കുന്നത്. കുറച്ച് ആൾക്കാർക്ക് അവരെയും കൺസിഡർ ചെയ്യണമല്ലോ. അവർ മനുഷ്യരാണ്, ഏത് വിശ്വാസക്കാരാവട്ടെ. പക്ഷേ അവർ മനുഷ്യരാണ്, മനുഷ്യരായി ശരീരം എടുത്തിട്ടുണ്ട്, അവർക്ക് മൈൻഡുണ്ട്, ഇൻ്റലക്റ്റുണ്ട്, ഈഗോ ഉണ്ട്, എല്ലാം ഉണ്ട്, അറിയാനുള്ള അപാരമായ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവരെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ വഴിയിൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും അവർക്ക് അനുഗുണമായി സംസാരിക്കുകയല്ല. അപ്പോൾ ഇതിനെ ഈ ജനറലൈസിങ് പാറ്റേൺ വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് സയൻറ്റിഫിക് ഫോർമാറ്റ് എന്ന് പറയും. ആ സയൻറ്റിഫിക് ഫോർമാറ്റിൽ ഇത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എങ്കിൽ, സത്യമാണ്, പ്രസൻറ്റ് ചെയ്യാമെങ്കിൽ അത് അത്തരം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് കൃത്യമായി മനസ്സിലാവും, അവരുടെ ലാംഗ്വേജ്. അപ്പോൾ എസ്പെഷ്യലി ഞാനിപ്പോൾ വിദേശത്ത് പോകുമ്പോൾ ജനറൽ ഫോർമാറ്റ് അങ്ങനെയാണ്. അവർക്ക് അവർ ഒരു പല ആളുകളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വരുന്നവരങ്ങനെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ സംസാരിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഡൗട്ടിനൊന്നും ഇടയിടുന്നില്ല. വളരെ റാഷണൽ ബേസ് കൃത്യമായിട്ട്, റാഷണാലിറ്റി ഒന്നുമില്ല, അത് അറിഞ്ഞുകൂടാത്ത കൊണ്ടല്ല. റാഷണാലിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്റ്റിൻ്റെ ഒരു വർക്ക് മാത്രമാണ്. ആ ഇൻ്റലക്റ്റ് ഒരു ലിമിറ്റഡ് സ്ഫിയറിൽ നിന്ന് റൈറ്റ് ആൻഡ് റോങ്, ശരി തെറ്റുകൾ ഒക്കെ, നന്മ തിന്മകൾ നോക്കുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റാണ്. ആ ഇൻസ്ട്രുമെൻറ്റിനെ 100% നമുക്ക് റിലൈ ചെയ്യാൻ നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് റാഷണലൈസേഷൻ അല്ല ഇതിൻ്റെ അൾട്ടിമേറ്റ്. അങ്ങനെയുള്ള ചില സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. റാഷണലൈസേഷനാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് നോളജിൻ്റെ വഴി ആയിരിക്കാം. പക്ഷേ ഈ റാഷണലൈസേഷൻ അപ്പുറത്ത് നിൽക്കുന്ന അനുഭൂതികൾ നിറഞ്ഞ ജന്മങ്ങളാണ് നമ്മളെല്ലാം. പക്ഷെ ആ അനുഭൂതിയെ നമ്മൾ വേറൊരാൾക്ക്
വിശ്വാസത്തിനുള്ളൊരു ഉപാധിയാക്കി കൊടുക്കുന്നത് അതിനകത്തൊരു ചെറിയ എന്തോ ഒരു ബുദ്ധിമുട്ട് പിൽക്കാലത്തുണ്ടാകാൻ ഇടയുണ്ട്. അവർ തന്നെ നോക്കി മനസ്സിലാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് സൃഷ്ടിക്കുന്ന ഒരു ഹിൻഡ്രൻസ് ചിലപ്പോൾ അതിനകത്തുണ്ടായേക്കാം എന്നതുകൊണ്ടാണ് ഞാൻ ആ ഫോർമാറ്റ് എടുക്കാതെ ഈ ഫോർമാറ്റ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു കണ്ടീഷൻ മൈൻഡ് അവിടെ ക്രിയേറ്റ് അവർ തന്നെ ഓപ്പണായിരുന്നു നോക്കി മനസ്സിലാക്കട്ടെ. അവർ ഈ ഭക്തിയിലെത്തും. ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ എത്തുന്ന സ്ഥലം ഭക്തിയാണ്. ആ ഭക്തിയിൽ പിന്നെ റാഷണാലിറ്റി ഇല്ല, ഒന്നുമില്ല. അവിടെ കരഞ്ഞു വിളിച്ചിങ്ങനെ സറണ്ടർ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് എല്ലാവരും എത്താം. ആ സൗഖ്യമുണ്ടല്ലോ, അത് അനുഭവിക്കാം. അപ്പോൾ അതിനുള്ള അവസരത്തിനെ ഞാനായിട്ടത് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ ഫോർമാറ്റിൽ ഇട്ടിട്ട് അവർ ഇത് മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിൽ പോയി അനുഭൂതിയിലേക്ക് കിടക്കണം. പിന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ, ജനറലൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവും. അത് എല്ലാ സന്ദർഭങ്ങളിലും അത് പൂർണ്ണമായിട്ട് വർക്കബിൾ അല്ല. അതുകൊണ്ട് ജനറലൈസ് ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമാറ്റ് എനിക്കിഷ്ടമുള്ളത്. ഇപ്പം അങ്ങ് പറഞ്ഞ ആ യോഗാവസ്ഥ ഉണ്ടല്ലോ, അതിനെ ചിലർ ഭാവനയിൽ കണ്ട് നിൽക്കുന്നവരുണ്ട്. എന്നാൽ അതിനെ ഫീൽ ചെയ്ത് അനുഭവിച്ച് നിൽക്കുന്നവരുമുണ്ട്. അവരോട്, അങ്ങനെയുള്ളവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ സങ്കല്പം എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേഷനായിട്ടാണ് യോഗം കാണുന്നത്. നമ്മൾ 4-5 ആക്ടിവിറ്റീസ് ഓഫ് മൈൻഡിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് ഈ ഭാവന ചെയ്ത് കൽപ്പന ചെയ്തെടുക്കുക. വികല്പം എന്ന് പറയുന്നത് പ്രമാണ, വിപര്യ, വികല്പം, നിദ്ര, സ്മൃതി. ഇതാണ് 5 ആക്ടിവിറ്റീസ്. അപ്പോൾ അതിനകത്ത് ഈ വികല്പം എന്ന് വെച്ചാൽ ഭാവന കൊണ്ട് നമ്മളൊരു കാര്യത്തിനെ സങ്കല്പിച്ച് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കലിൽ നമ്മൾ സന്തോഷിക്കുന്നു. സന്തോഷമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മനസ്സിലാക്കൽ അൾട്ടിമേറ്റ് ഈ ഭാവന മാറുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. മാറിയ സാഹചര്യത്തിൽ ഈ ഭാവന ചിലപ്പോൾ അവിടെ നിൽക്കാതെ, കാരണം ഇത് മനസ്സിൻ്റെ ഒരു സങ്കല്പ സൃഷ്ടിയാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാവനയിൽ നമുക്ക് അനുഭൂതി ക്രിയേറ്റ് ചെയ്ത് അനുഭൂതിയിലേക്ക് നമുക്ക് ലയിച്ചിരിക്കാൻ പറ്റും. ഇല്ലയെന്നൊന്നുമില്ല, അങ്ങനെ ഒരു അനുഭൂതി. പക്ഷേ അത് വളരെ ഫ്ലിംസി ഗ്രൗണ്ടിലാണ്. കാരണം ഈ ഭാവന ചിലപ്പോൾ അങ്ങ് തെറ്റും. കാരണം അത് റിയലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ നല്ല അതുകൊണ്ടാകും. മനസ്സുകൊണ്ട് കൽപ്പന ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ഇത് കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു ആക്ടിവിറ്റി, ഒരു ഫ്ലക്ച്വേഷൻ ഓഫ് ദ മൈൻഡാണ്. ഇതിനെ ഡ്രോപ്പ് ചെയ്താലേ സത്യത്തിലേക്ക് കടക്കാൻ പറ്റും. ഈ പ്രമാണം പോകണം, കോംപ്രിഹെൻഷൻ പോകണം, മിസ്ആപ്രിഹെൻഷൻ പോകണം, ഇമാജിനേഷൻ, കൽപ്പന കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അതും കൊളാപ്സ് ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കി അതങ്ങ് പോയി കഴിയുമ്പോൾ സത്യത്തിലേക്കുള്ള കവാടം തുറക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു മൗഢ്യമായി പോവാം ആ സന്തോഷം. കാരണം അത് ചിലപ്പം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷമായിട്ട് ചിലപ്പോൾ നിൽക്കില്ല. മനസ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹലൂസിനേറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും, ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ സത്യം അറിയാൻ ഒരു തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമുക്ക് ഒരു ഓബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷനാക്കി മാറ്റാം. ഏതാണ്? നമ്മൾ ഈ കൽപ്പന ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിനെ നമ്മൾ മെഡിറ്റേഷൻ ഉള്ള ഒരു വസ്തുവാക്കിയിട്ട് എടുക്കുക. ആ കൽപ്പന എടുത്തിട്ട് അതിനെ നോക്കുക, അതിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഈ കൽപ്പനയുമായിട്ട് നമ്മൾ സിങ്ക് ചെയ്ത് ലയിച്ചിട്ട് ആ കൽപ്പന അങ്ങ് ഡിസോൾവ് ചെയ്ത് പോകും. എന്നിട്ട് ബാക്കി അവിടെ എന്താണ് നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. ആ മഹാശൂന്യതയാണ് ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്നതെന്ന് തിരിച്ചറിയും. അതറിയുന്നതാണ് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറയും. അപ്പോൾ ഈ കൽപ്പന അതിനെ സഹായിക്കും. പക്ഷേ കൽപ്പന അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന മൗഢ്യത്തിൽ നടക്കുന്ന ഒരു ജീവനായിട്ടത് നിൽക്കും. അതിനടുത്തൊരു സ്ഥലമുണ്ടല്ലോ, അവിടത്തേക്ക് അവർ പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇമാജിനേഷനെ അദ്ദേഹം പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക.
ഈ ഇമാജിനേഷനും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്ന്. അതിന് ആ ഇമാജിനേഷനെ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്പേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്കുണ്ട്. ഇൻഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഫൈനൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ, കാണാൻ പറ്റുമോ? ഒന്നുമില്ല. പക്ഷേ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായെന്ന് തോന്നി. വോയിഡ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഭാഷയിൽ. വോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ മനസ്സിലായി. ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിനെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ മൈൻഡ് ഇമ്മീഡിയറ്റായിട്ട് ഒരു കൽപ്പന ചെയ്തിട്ട് അത് ഇതാണെന്ന് ഉദ്ദേശിച്ച് അതിനങ്ങ് മനസ്സിലാക്കും. നമ്മൾ മനസ്സിലായിട്ടില്ല കാര്യം. അപ്പോൾ ഇതാണ് വെർബൽ ടെസ്റ്റമണി. വാക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണെന്ന് തീരുമാനിക്കും. അതിന് വേറെ ബേസൊന്നുമില്ല. അപ്പോൾ അത് ഒരു ഫ്ലക്ച്വേഷൻ, ഈ പറയുന്ന സങ്കല്പത്തിൻ്റെ ഒരു ഫ്ലക്ച്വേഷനായിട്ടാണ് അദ്ദേഹം പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങ് മാറിക്കിട്ടിയാൽ നമുക്ക് ആ ഫ്ലക്ച്വേഷനും മാറി. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കൽപ്പനകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കും, അവരും അതിൽ വിശ്വസിച്ച് നിൽക്കും. അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്താലേ മൈൻഡ് പൂർണ്ണമായിട്ട് സെറ്റിലാവുള്ളൂ. ആ സെറ്റിൽമെൻറ്റാണ് യോഗി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ കൽപ്പനകൾ ഒരു തടസ്സമായിട്ട് നിൽക്കും. കാരണം അതൊരു ആക്ടിവിറ്റി തന്നെയാണ്. മൈൻഡ് ഈ പെരിഫറൽ ആക്ടിവിറ്റിയിൽ നിന്ന് കുറേ കൂടെ സബ്റ്റിലായിട്ട് മാറും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മൈൻഡിനെ നോക്കുമ്പോൾ. അപ്പോൾ ആ സബ്റ്റിൽ സ്ഥലത്ത് ആ മൈൻഡ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ പിടിക്കണം. അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അതും കൂടെ പോയി കിട്ടുമ്പോൾ മൈൻഡ് ശൂന്യമാവും. അപ്പോഴാണ് ഈ യോഗാവസ്ഥ വരുന്നത്. അതല്ലാതെ അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഈ എക്സ്പീരിയൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു റിയലായിട്ടൊരു സ്ഥലമാണ്. മറ്റത് കൽപ്പനയിൽ നിൽക്കുന്ന ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സന്തോഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൽപ്പന ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഓബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷനായിട്ട് എടുക്കണം. എടുക്കാമല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ല മെഡിറ്റേറ്റ് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മൾ ഓബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷനായിട്ട് എടുത്തിട്ട് അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് റിവീൽ ചെയ്യും. ഇത് ഒരു കൽപ്പന മാത്രമാണെന്നും ഈ കൽപ്പനയ്ക്ക് അതീതമായി നിൽക്കുന്നതാണ് ഈ പൊരുൾ അല്ലെങ്കിൽ സത്യം എന്നുള്ളത് തിരിച്ചറിയും. അതാണ് അവർ ചെയ്യേണ്ടത് എന്നൊരു സജഷൻ വേണമെങ്കിൽ എനിക്ക് പറയാം. ജി, നിങ്ങൾ പറഞ്ഞു വന്നതിൽ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, ഈ സത്യമായിട്ട് നിൽക്കുന്ന ഒന്നിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈ മനസ്സും സൃഷ്ടിക്കപ്പെട്ടത് ആ സത്യത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം മനസ്സ് ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ നമ്മൾ ആ ഒരു സത്യത്തെക്കുറിച്ച് മറന്നു പോകും. എന്നാൽ അതിനേക്കാളും ശക്തിയാണ് ആ സത്യത്തിന്. അപ്പം ആ സത്യത്തിന് ഹെൽപ്പ് ചെയ്തുകൂടെ ഈ മനസ്സിൻ്റെ ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? എന്നാൽ പലയിടത്തും അത് സംഭവിക്കുന്നതായിട്ട് നമ്മൾ ആ മനസ്സിൻ്റെ പിടിയിൽ വീണ് പോവുകയാണ്. അപ്പം അത് എന്താണ് അങ്ങനെ ഒരു അത് നമ്മൾ നോക്കുമ്പോൾ അത് ഈ സത്യം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും പിടിയിൽ നിൽക്കുന്നതല്ല, ഒരു പിടിയില്ലാത്ത സർവ്വ പിടികൾക്കും പുറത്ത് ഫ്രീ ആയി കിടക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടാണെന്ന് നമ്മൾ ഉറക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ മൈൻഡ് അതിലുണ്ടായ ഒരു റിഫ്ലക്ഷനാണ്, അതിലുണ്ടായ സെൽഫായിട്ട് ഉണ്ടായ ഒരു റിഫ്ലക്ഷനാണ്. ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സത്യമല്ല. എന്നാൽ സത്യം അവിടെ മഹാശൂന്യതയായിട്ടോ പൂർണ്ണതയായിട്ടോ നിൽപ്പുണ്ട്. അതിൻ്റെ ഒരു പ്രലംബത എന്നോണം മൈൻഡിൽ ചില വേവ്സുകൾ അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മൈൻഡിൽ എന്തോ നടക്കുന്നു. ഈ നടക്കുന്ന ഈ മൈൻഡെന്ന് പറയുന്നത് ആ പ്രലംബതയാണ് ഈ മൈൻഡെന്ന് പറയുന്നത്. ആ റിഫ്ലക്ഷനാണ് ഈ മൈൻഡെന്ന് പറയുന്നത്. ആ റിഫ്ലക്ഷൻ ഒന്നും ചെയ്യാൻ നോക്കില്ല. സത്യത്തിന് ഇപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ ഗ്രോസായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, സത്യം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. എങ്കിലും ഒന്ന് ഗ്രോസായിട്ടൊരു എക്സാമ്പിൾ പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പം മൈൻഡ് ഇങ്ങനെ അതിനകത്ത് ഒരു സത്യം ഈ പ്രലംബതയായിട്ട് നിൽക്കുക, റിഫ്ലക്ഷനായിട്ട് നിൽക്കുക. അപ്പോൾ ഈ സത്യവസ്തു എന്ന് പറയുന്നത് സത്യമാണ്, അതാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ മൈൻഡ് എന്ന് പറയുന്നത് സത്യമല്ല. കാരണം ഈ റിഫ്ലക്ഷൻ നിൽക്കുമ്പോൾ മൈൻഡില്ല. ഈ റിഫ്ലക്ഷൻ എപ്പോൾ നിൽക്കുമോ അപ്പോൾ ആ സാധനം ഇല്ല, ആ പ്രതലമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൈൻഡിന് സത്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല.
സത്യത്തിനെ സിമ്പിളായിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. എന്നല്ലാതെ ഈ മൈൻഡ് അവിടെ നിൽക്കുന്നിടത്തോളം സത്യം മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത് ശക്തിയില്ലാത്ത ഒരു കാര്യമാണെന്നും അത് പല രീതിയിലും അതിനെന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്ത് കാണിക്കാൻ ഒക്കുമെന്നത് ധരിച്ച് നിൽക്കുന്നതുമാണ്. ഈവൻ സിദ്ധി പോലും ഈ മൈൻഡ് ചെയ്യുന്ന ഒരു 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 അഭ്യാസമാണ്. എന്നിട്ട് അത് സത്യമാണെന്ന് തോന്നിക്കും. എന്താണ് കാര്യം? ഒരു ഓറഞ്ച് നമ്മൾ ആകാശത്ത് നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ് കാര്യം? ഓറഞ്ച് ഇവിടെ അല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഈ അവയർനെസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്ത ഒരു ഓറഞ്ച് ആകാശത്തു നിന്ന് എടുത്ത ഒരാൾ ഒരു വലിയ മഹാപുരുഷനാണെന്ന് നമുക്ക് തോന്നി. ആ പോസിബിലിറ്റി മൈൻഡിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മൈൻഡ്. എന്നാൽ സത്യം ഒരു ഇല്യൂഷനും ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇഗ്നോറൻസിൽ നിന്നാണ് അത് സംഭവിച്ചിരിക്കുന്നത്. മൈൻഡിൻ്റെ ഉൽപ്പത്തിയേ ഇഗ്നോറൻസാണ്. അപ്പോൾ അങ്ങനെ ഇഗ്നോറൻസിൽ നിൽക്കുന്ന ഒരു കാര്യത്തിന് ഈ വിസ്ഡം അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്നതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മൈൻഡ് ഇങ്ങനെയാണെന്ന് പരിപൂർണമായിട്ടും ബോധത്തിനറിയാവുന്നുള്ളത് കൊണ്ട് മൈൻഡിനെ മാറ്റേണ്ട കാര്യം അതിനില്ല. അതെപ്പോഴും സാക്ഷിയായി അങ്ങ് നിൽക്കുന്നു, ഒന്നിനെയും മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഈ മൈൻഡിന് വേണമെങ്കിൽ സ്വയം മാറാം, സ്വയം മാറിയിട്ട് അതിന് സ്വസ്ഥമാവാം. അതുകൊണ്ട് ഇത് ഈ ട്രൂത്ത്, ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എന്നോ ട്രൂത്ത് എന്നോ പറയുന്നത് ഈ മൈൻഡുമായി ഒരു ബന്ധവും അതിനില്ല. മൈൻഡിന് വേണമെങ്കിൽ ഇത് അസ്വസ്ഥതയുണ്ടെന്ന് തോന്നിക്കുകയാണെങ്കിൽ നിനക്ക് സ്വയം മാറാനുള്ള എല്ലാ പോസിബിലിറ്റിയും ആ ക്രിയേഷനിലുണ്ട്, അത് സ്വയം മാറിക്കോളും. അല്ലാതെ മറ്റേ ആൾ ഇതിലൊന്നും അഫക്റ്റഡേ അല്ല, അങ്ങനെയില്ല. ലോകം നന്നാകണമെന്ന ആഗ്രഹമോ ചീത്തയാവണമെന്നുള്ള ആഗ്രഹമോ ആ പ്രതലത്തിനില്ല, ആ വിറ്റ്നസ്സിനില്ല. അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഇത് മാറണമെങ്കിൽ ഇയാൾ മാറണം. അത് ഇയാൾക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അയാളിലുണ്ട്. അതെടുത്ത് അയാൾ മാറുമ്പോൾ ഇയാൾ സർവ്വവ്യാപിയായി എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് സത്യവുമായിട്ട് ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾക്ക് സ്വയം വർക്ക് ചെയ്ത് ഇയാളെ ഡ്രോപ്പ് ചെയ്തിട്ട് സത്യമായിരിക്കാം. സത്യം ഇയാളുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനിലും അല്ല, വിറ്റ്നസ്സായി മാത്രം നിൽക്കുക. അതാണ് സത്യത്തിൻ്റെ നേച്ചർ. ഈ മഹാസാക്ഷി എന്ന് പറയുന്നത് ഇവിടെ ഒരു അനക്കം വന്നാൽ അത് അറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് ഇൻ്ററാക്ട് ചെയ്തിട്ട് ആ സത്യം ഇയാളെ ഡയറക്റ്റ് ചെയ്ത് ഇയാളെ നല്ലവനാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇയാളിൽ ആ ഇൻഹറൻറ്റ് കപ്പാസിറ്റി, ഫാക്കൽറ്റി അതിലുണ്ടെന്ന് അയാൾക്കറിയാം. ഇയാളെടുത്ത് പ്രയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടമായി പോയെന്നാൽ അയാൾ കരയുന്നുമില്ല, നല്ലതായി എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നുമില്ല. അങ്ങനെയല്ലേ ബ്രഹ്മത്തിൻ്റെ എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് ഇത് ഒന്നിലും ഇൻവോൾവ് ചെയ്യുന്നില്ല. നിർഗുണ പരബ്രഹ്മം എന്ന് നമ്മൾ പറയുന്നല്ലോ. ഈ നിർഗുണ പരബ്രഹ്മം, ആ ഗുണങ്ങളെല്ലാം അതിന് ശേഷം മൈൻഡിൻ്റെ മേക്കപ്പിലാണ് ഉണ്ടായത്. സത്വരജ തമോ ഗുണങ്ങൾ എന്ന് പറയുന്നതാണ് ബേസ്. അതൊന്നും അതിൽ ബാധകമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതെപ്പോഴും അങ്ങനെയല്ല, സാക്ഷിയാണ്. എന്നാൽ ഇയാൾ ഈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ താമസ സ്വഭാവത്തിൽ നിന്ന് രാജസ സ്വഭാവത്തിലേക്ക് മാറാനും അതിൽ നിന്ന് സാത്വിക ഭാവത്തിലേക്ക് മാറാനും ഈ മൈൻഡിന് ഇൻഹറൻ്റായ കപ്പാസിറ്റി ഉണ്ട്. ആ സാത്വിക ഭാവത്തിലേക്ക് മാറുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ മിനിമം ആവും. അങ്ങനെ മിനിമം ആകുമ്പോഴത്തേക്കും അയാൾക്കുണ്ടാകുന്ന എന്തോ ഒരു അനുഭൂതി, മൈൻഡ് പോകുന്നതിൻ്റെ ബേർഡൻ പോയതിൻ്റെ ഒരു സുഖം അനുഭവിക്കാൻ തുടങ്ങും. അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ സംഭവിച്ചോളൂ. അത് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം. ഇത് ഈ വിറ്റ്നസ്സിൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല എന്നല്ലേ പറയുന്നത്. എന്നെ ആണല്ലോ എല്ലാ ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യങ്ങളോ ആവശ്യമില്ലായ്മകളോ ഒന്നുമില്ല. സർവ്വസാക്ഷിയായിട്ട് ഈ പ്രകൃതി തന്നെ ഡിസോൾവ് ചെയ്ത് പോകുമ്പോഴും ദുഃഖമില്ലാതെ നിൽക്കുന്ന ഒരു സത്യമാണ് അത്. അതങ്ങനെയാണത്. ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഒന്നും കൂടി ചോദിക്കുകയാണ്, നമ്മൾ സാധകരായതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു സാധകൻ അവൻ്റെ സാധന ചെയ്യുന്നത് ആ ഒരു യോഗത്തിനാണല്ലോ. അപ്പം സാധന ചെയ്ത് ഒരു സാധകൻ സമാധി അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് തിരിച്ചറിയുന്നത് ആരാണ്? സാധകനാണോ ആ സത്യമാണോ? നമ്മൾ ഈ സത്യം എന്ന് പറയുന്നത് നമ്മൾ
പറയാൻ പറ്റാത്തതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ മഹാസത്യം അറിവായതുകൊണ്ട്, പരിപൂർണമായ അറിവായതുകൊണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് അറിയേണ്ടതില്ല. നമുക്ക് അറിവ് കുറഞ്ഞ ഈ മൈൻഡിനാണ് ഇതെല്ലാം അറിയേണ്ടത്. ഈ സത്യം അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പൂർണ്ണമായ സോഴ്സ് എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് അതിനെ അറിയാനില്ല. അതുകൊണ്ടാണ് അത് അറിവായി തന്നെ അതിനെ അറിവ് എന്ന് പറയുന്നത്. മൈൻഡിനാണെങ്കിൽ ഈ അറിവില്ല, ഇല്യൂഷനകത്ത് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അറിവിന് വേണ്ടി അതിന് ശ്രമിക്കാം. അപ്പോൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഇൻഹറൻ്റായിട്ട് ആ പോസിബിലിറ്റി അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇല്യൂഷനിൽ നിൽക്കുന്ന മൈൻഡിൻ്റെ സഫറിങ് കൊണ്ട് മൈൻഡിനെ സത്യം അറിയേണ്ട ഒരു ആവശ്യവും ത്വരയും വരും. അതുകൊണ്ട് സത്യം അന്വേഷിക്കുന്നതും അറിയുന്നതും മൈൻഡ് തന്നെയാണ്. സത്യം അറിയുമ്പോൾ മൈൻഡ് ഇല്ലാതെയാവും. മൈൻഡ് ഇല്ലാതായി പോകുന്നു എന്നുള്ളത് കൊണ്ട് സ്വയം കമ്മിറ്റ് ചെയ്ത് സൂയിസൈഡ് ചെയ്യാൻ അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അതങ്ങനെ നിലനിർത്താൻ വേണ്ടി ഈ അസത്യത്തിലും ഈ ഇഗ്നോറൻസിലും അത് ഡ്വെൽ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വിറ്റ്നസ്സിലില്ല. വിറ്റ്നസ് സർവസാക്ഷിയായി എപ്പോഴും അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് മൈൻഡിൻ്റെ ആവശ്യമാണ്. മൈൻഡിന് വേണമെങ്കിൽ സ്വയം ഡ്രോപ്പ് ചെയ്യാം. ആ സ്വയം ഡ്രോപ്പ് ചെയ്യുന്ന അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് അയാൾ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ആ നോളജൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ നോളജിൽ പിടിച്ച് ഒരാളാണെന്ന് കരുതി അങ്ങനെ നിൽക്കും. മറ്റേ അതില്ല. അറിവിന് അറിയേണ്ട ആവശ്യമില്ല. ഇഗ്നോറൻസിന് അറിയേണ്ട ആവശ്യമുണ്ട്. ഇഗ്നോറൻസ് മാറുക. അതുകൊണ്ടാണ് ഈ നമ്മൾ ഇഗ്നോറൻസിൽ നിന്നും ജ്ഞാനത്തിലേക്ക് എന്നെ കടത്തണേ എന്ന് പറയാം. അത് മൈൻഡിൻ്റെ പറയാം അല്ലേ? മൈൻഡിൻ്റെ ആണ് അത്. സാക്ഷിക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. അതുകൊണ്ട് മൈൻഡിന് വേണമെങ്കിൽ ആ ഇഗ്നോറൻസിൽ നിന്ന് പുറത്ത് വരാം. അതിൽ പ്രത്യേകിച്ച് സുഖമോ ദുഃഖമോ ഇല്ലാത്ത, അത് തീണ്ടാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഈ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ മഹാബോധം എന്ന് പറയും. മൈൻഡിനവിടെ എത്താം വേണമെങ്കിൽ എന്നേ പറയാൻ പറ്റും. സ്വാമിജി, ഈ ലൈറ്റ് ബോഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ട്. അതായത് ബോഡി തന്നെ പ്രകാശമായിട്ട് മാറുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ്? അതായത് നമ്മൾ ഉൽപ്പത്തിയുടെ ചരിത്രം നോക്കുമ്പോൾ സംഖ്യയിലാണ് അത് കിടക്കുന്നത്. ഉൽപ്പത്തിയുടെ ചരിത്രം നോക്കുമ്പം ഉൽപ്പത്തി ആവുന്നത് ക്വാളിറ്റി ആയിട്ടാണ്. ആ സാഖ്യയിൽ സാഖ്യദർശനത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പുരുഷനും ഒന്ന് പ്രകൃതി. പ്രകൃതി ഉള്ളതാണ്, പുരുഷനും ഉള്ളതാണ്. പുരുഷനിൽ നിന്ന് പ്രകൃതി ഉണ്ടായതല്ല. അങ്ങനെ സാഖ്യയാണ് ഞാൻ പറയുന്നത്. സാഖ്യയിൽ പ്രകൃതിയുണ്ട്, പുരുഷനുമുണ്ട്. ഈ പ്രകൃതി മാനിഫെസ്റ്റ് ചെയ്ത് ഇന്ന് കാണുന്ന പ്രകൃതിയായി മാറി ഇതെല്ലാം തിരിച്ച് അതുപോലെ പോയിട്ട് ഈ പ്രകൃതിയുടെ മൂലപ്രകൃതിയായി മാറിയിരിക്കും അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. മഹാപ്രളയത്തിൽ ഇതെല്ലാം മൂലപ്രകൃതിയായിട്ട് പോയി ലയിച്ചിരിക്കും. അപ്പോൾ ആ അവയർനെസ്സിൽ നിന്ന് ഉൽപ്പത്തിയായ ഈ 3 ക്വാളിറ്റി ത്രിഗുണങ്ങൾ ആണ് പിന്നെ മാനിഫെസ്റ്റ് ചെയ്ത് പഞ്ചഭൂതങ്ങളായതും പഞ്ചീകരിക്കപ്പെട്ടിട്ട് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചമായി. ഇതാണ് അതിൻ്റെ സോഴ്സ് സാഖ്യയിൽ. അത് ഒരു കൺവിൻസിങ് സംഭവമായിട്ട് കുറച്ചങ്ങോട്ട് നോക്കിയാൽ നമുക്ക് തോന്നിക്കും. അപ്പോൾ ഈ പറയുന്ന മൂലപ്രകൃതി എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. സത്വ രജ തമോ ഗുണങ്ങൾ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ അറിവ്, പ്രകാശം എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. അറിവ്, ജ്ഞാനം, അറിവ്, പ്രകാശം എന്ന് പറയുന്ന 2 കാര്യം. രജോ ഗുണം എന്ന് പറയുന്ന പാഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റാണ്. പ്രചോദനം, ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള പ്രചോദനവും ആ മൂവ്മെൻറ്റും ആ അനക്കവും തരംഗവും കൂടെ ചേർന്നാണ് രജോ ഗുണം എന്ന് പറയുന്നത്. തമോ ഗുണം എന്ന് പറയുന്നത് ലെതാർജി, സ്ലീപ്പ്, ഡാർക്ക്നെസ്, ഇഗ്നോറൻസ്. ഇതാണ്. അങ്ങനെ ക്വാളിറ്റി സത്വഗുണത്തിൽ നിന്ന് രജോ ഗുണം, രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണം, തമോ ഗുണത്തിൽ നിന്ന് ഈ കാണുന്ന പഞ്ചഭൂതങ്ങളും ഈ ബാഹ്യപ്രകൃതിയും ഉണ്ടായി. ഇനി അങ്ങനെ ഉണ്ടായതിൽ ഒന്നാണ്, അതിൻ്റെ ഒരു അംശമാണ് ഞാൻ, സാധകൻ, മനുഷ്യൻ. അപ്പോൾ ഇയാളുടെ പ്രവർത്തനം എങ്ങനെയാണ്? തിരിച്ചങ്ങോട്ട് പോകാനാണ് ഇയാൾ നോക്കുന്നത്. ഇയാളുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അപ്പോൾ തിരിച്ചങ്ങോട്ട് പോകാനായിട്ട് ഈ പ്രകാശത്തിനെ മറച്ചിരിക്കുന്ന ഇഗ്നോറൻസും കൽപ്പനകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയാസും ഇതെല്ലാം കൂടെ ചേർന്ന് ഈ പ്രകാശം മറയ്ക്കപ്പെട്ടിരിക്കുന്നു.
എന്നാൽ ചിലപ്പോൾ ഈ ഗ്ലിംസ് ഇതിൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിഞ്ഞു എന്ന് തോന്നിച്ചു സന്തോഷം വരും. അപ്പോൾ സന്തോഷം, പ്രകാശം, അറിവ്, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ സത്വഗുണത്തിൻ്റെ ഭാവങ്ങളായിട്ട് കണക്കാക്കുന്നത്. അതിൽ നിന്നാണ് പ്രകൃതി ഉൽപ്പത്തിയായത്. ഇപ്പോൾ ഒരു സാധകൻ ഇവിടുന്ന് അതിലേക്കാണ് പോകുന്നത്, പ്രകാശം ഉന്നം വെച്ച് തന്നെയാണ് പോകുന്നത്, അതിൻ്റെ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അകത്തേക്ക് നോക്കുമ്പോൾ ഈ ഇഗ്നറൻസ് ഇഷ്ടം പോലെ ഉണ്ട്, കോൺഫ്ലിക്റ്റുകളുണ്ട്, ഇഗ്നറൻസ് ഉണ്ട്, ഭയങ്കര ആവറീസ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് ടെൻഡൻസീസ് ഉണ്ട്, ഫിയർ ഉണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അതിൽ ഇങ്ങനെ ഞെരിപിരി കൊണ്ട് കിടക്കുന്ന ഈ മൈൻഡിന് തോന്നിക്കണം, വേണ്ട, ഇത് മതി, ഇതൊന്നും മാറാം, അല്ല ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല എന്നെ കൊണ്ട്. ഈ മൈൻഡിൻ്റെ ഉടമയായ ആ ശരീരവും മൈൻഡും ആത്മാവും എല്ലാം കൂടെ ചേർന്ന ഒരു പാക്കായിട്ടിരിക്കുന്ന അതിന് തോന്നിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അതിന് വേണ്ടി ഇയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ്? അയാൾക്ക് പലതും ചെയ്യാം, ആ കൂട്ടത്തിൽ അയാൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ടിയുള്ളത് കൊണ്ട് അയാൾക്ക് ഒബ്സർവ് ചെയ്യുകയും വേണം, അല്ലെങ്കിൽ അറിയത്തില്ല എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ടൂളായിട്ട് ഈ ഇന്നർ എൻക്വയറിയിൽ നടക്കുന്നത്. അതിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇയാൾ നോക്കിയിട്ട് ഇതിലേക്ക് അയാൾ കടന്ന് പോകുമ്പോൾ അയാൾ ഹിൻഡ്രൻസായിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, തടസ്സമായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുക, അതിനെ അങ്ങനെ നോക്കി വർക്ക് ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് യോഗ വഴി. ഏത് വഴി? ഭക്തിമാർഗം ഇത് തന്നെ. അത് സറണ്ടർ ചെയ്തങ്ങ് നിൽക്കാം. അങ്ങനെ ഇത് കുറേശ്ശെ ഇയാൾ അറിയാൻ തുടങ്ങുക. അറിഞ്ഞ് ഇയാൾ സമാധാനത്തിലോട്ട് കയറി വരിക. ഇയാളുടെ ക്ഷീണമൊക്കെ മാറുകയാണ്, ഇയാളുടെ ഡ്രൗസി സ്റ്റേറ്റൊക്കെ മാറുകയാണ്, സ്ലീപ്പ്, ഡാർക്ക്നെസ്, ഇഗ്നോറൻസ് ഒക്കെ മാറി വരിക. അപ്പോൾ എന്നിട്ട് അയാൾ ഡൈനമിക്കായിട്ടൊരു ക്വാളിറ്റിയിലേക്ക് അവിടെ നിന്ന് മാറി. അയാൾ ഉത്തേജിതനായിപ്പോൾ എനിക്ക് പറ്റും എന്ന കോൺഫിഡൻസ് വന്നു. എന്നിട്ട് ആ കോൺഫിഡൻസോടുകൂടി ഇയാൾ ഫർദറായിട്ട് പിന്നെയും പോവുക. അങ്ങനെ പോയി വരുമ്പോഴത്തേക്കും അയാൾ ഈ യാത്രയുടെ ഒരു എൻഡ് പോലൊരു സ്ഥലത്തെത്തുക. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യവും ഇപ്പോൾ അയാൾക്ക് വർക്ക് ചെയ്യുന്നില്ല. മനസ്സിൽ ശാന്തതയുണ്ട്, ഭയങ്കര പരശുരാമനെ പോലെ അലർട്ടായിട്ട് നിൽക്കുകയാവും ഇനി അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അയാൾ കാണുന്ന ഒരു പ്രകാശമാണ്. ഈ അറിവ്, പ്രകാശം, സന്തോഷം എന്ന് പറയുന്ന അത് അയാൾ കാണുക. ബാക്കിയെല്ലാം താണ്ടി ഇയാൾ ആ പ്രകാശം കാണുക. ആ പ്രകാശം കണ്ടിട്ട് ആ പ്രകാശത്തിലോട്ട് ഇയാൾ നിൽക്കുക, വൺ പോയിൻ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ മനസ്സിൽ വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇയാൾ പ്രകാശ രൂപേണ ഉള്ള രൂപത്തിലേക്ക് അങ്ങ് മാറുക. എന്നുവെച്ചാൽ ബോഡി മുഴുവൻ റിലാക്സ്ഡ് ആകുക. ബോഡി റിലാക്സ്ഡ്. ഇപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഗ്രിമ്മായിട്ടിരിക്കില്ല ചില നേരങ്ങളിൽ, ഭയങ്കര ടെൻഷനൊക്കെ പിടിച്ചിട്ട്. അപ്പം മുഖത്ത് ഒരു പ്രകാശവും കാണുന്നില്ല, ഇരുണ്ടു പോവും, ഒറ്റ നൈറ്റ് കൊണ്ട് ഇരുണ്ടു. അത് കഴിഞ്ഞ് രാവിലെയൊക്കെ എണ്ണിച്ച് കുറേ എന്തെങ്കിലും ധ്യാനമോ എല്ലാം ചെയ്ത് ആരെങ്കിലും ഒരു മഹാപുരുഷനെ കണ്ടു, എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ വരുമ്പോൾ ഇയാൾ ഒരു ഗ്ലോ അങ്ങ് വരിക. അത് ഈ ഒരു റിലീഫിൽ നിന്ന് വരുന്ന ഗ്ലോ ആണ്. അപ്പോൾ അയാളുടെ സെല്ലിൻ്റെ പ്രവർത്തനം എല്ലാം മാറുക, ഓരോ സെല്ലും റിലാക്സ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അയാളുടെ പ്രാക്ടീസിൽ നിന്ന് അയാൾ ഇങ്ങനെയുള്ള ഒരു പ്രകാശത്തിലേക്ക്, ഒരു ഗ്ലോയിങ് സ്റ്റേറ്റിലേക്ക് റിലാക്സേഷൻ കൊണ്ടെത്തും. അങ്ങനെ എത്തുന്ന ഒരാളുടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചൈതന്യവാനായിട്ട് നമുക്ക് തോന്നിക്കുകയും അയാളിൽ നിന്ന് പ്രകാശം എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നവർക്കെല്ലാം തോന്നിക്കുകയും ചെയ്യും. അങ്ങനെ ആ പ്രകാശം എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അയാൾ പ്രകാശമായിട്ട് മാറാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. സത്വ ക്വാളിറ്റി അധികരിച്ച് സത്വത്തിലോട്ട് അടങ്ങിയിരിക്കുക, സോഴ്സിലോട്ട് പോയിരിക്കുക. എന്നിട്ട് ആ സോഴ്സാണ്, ആ ക്വാളിറ്റിയും ത്യജിക്കേണ്ടിയുണ്ട് ഇയാൾക്ക് ഫൈനൽ മർജറിന് വേണ്ടി. അതിന് മുമ്പുള്ള സ്റ്റേജിൽ ഈ പ്രകാശമായിട്ട് ഇയാൾ നിൽക്കും. ആ നിൽക്കുന്ന അതിനെ നമ്മൾ ഈ പ്രകാശമായി മാറി എന്നൊക്കെ പറയും. ആ പ്രകാശത്തിൻ്റെ ലയനം സാധ്യമല്ല. ആ പ്രകാശം ഡ്രോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ മറ്റേതാവൂ. അങ്ങനെ അവിടുന്ന് അയാൾ ആ പരിപൂർണമായ അവയർനെസ്സൊക്കെ ഉണ്ടാവും, എക്സ്പാൻഡ് ചെയ്യുകയും അയാൾ ഈ ബോധമായിട്ടങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് പ്രകാശമോ ഒന്നുമില്ല, അങ്ങനെ സെറ്റിൽ ചെയ്തങ്ങ് ആ സോഴ്സായിട്ടങ്ങ് നിൽക്കും. അതിന് മുമ്പുള്ള ഒരവസ്ഥയിൽ ഈ പറയുന്ന ക്വാളിറ്റി, സത്വഗുണ അംശം അധികരിച്ച് അത് മാത്രമായിട്ട് മാറുമ്പോൾ ഈ പ്രകാശ രൂപത്തിലേക്ക് മാറി എന്ന് പറയുന്നത് ഈ ഘട്ടത്തിന് അതൊരു പോസിബിലിറ്റിയാണ്. അവിടെ എത്തുമ്പോൾ അങ്ങനെ സംഭവിക്കും. സ്വാമിജി, നമ്മൾ കഴിഞ്ഞ 2 സത്സംഗങ്ങളിലും അങ്ങയുടെ ജീവിത രീതികളെക്കുറിച്ച് പറഞ്ഞു, സാധനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. എന്തെല്ലാമാണ് നമ്മൾ ഒരു സാധന അനുഷ്ഠിക്കുമ്പോൾ പാലിക്കേണ്ട യമനിയമങ്ങളും അതിനെക്കുറിച്ചെല്ലാം അങ്ങ് സൂചിപ്പിച്ചായിരുന്നു. അങ്ങ് പിന്തുടരുന്ന പദ്ധതി എന്ന് പറയുന്നത് ശിവരാജയോഗമാണ്. ശിവരാജയോഗത്തെക്കുറിച്ച്
നമ്മൾ കേരളത്തിൽ അങ്ങ് നോർത്തിലോട്ട് പോകുമ്പോഴായിരുന്നാലും തിരുവനന്തപുരത്ത് ഉള്ളവർക്കായിരുന്നാലും അധികം അറിയില്ല. അപ്പം ഈ സാധാരണ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ശ്രീവിദ്യോപാസനയും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കേട്ടുവരുന്നത്. അപ്പം ഈ ശിവരാജ യോഗത്തിൻ്റെ ഒരു ഉറവിടം മാത്രമല്ല, ഇത് എങ്ങനെയാണ് മറ്റ് സാധനാ പദ്ധതികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതെന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഈ ശിവരാജയോഗം നമ്മൾ ഈ തിരുവനന്തപുരത്ത് പ്രചാരത്തിൽ വന്നത് ഒരു ചെറിയ പീരീഡിലാണ്. അന്ന് തൈക്കാട്ടയ്യാവ് സ്വാമികൾ ആണ് അതിൻ്റെ ട്രിവാൻഡ്രത്ത് ആ സാധനം, ആ ഐഡിയയും അതും ലോഞ്ച് ചെയ്തത്. അതിന് മുമ്പ് ആക്ച്വലി ഉണ്ട്, എങ്കിലും അറിയപ്പെടുന്നത് ശിവരാജയോഗി തൈക്കാട്ടയ്യാവ് സ്വാമികൾ എന്ന ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടീച്ചിങ്ങിലൊക്കെ ഈ ഇൻഫ്ലുവൻസ് ധാരാളം ഉണ്ട്. അത് നമുക്ക് ആ ടീച്ചിങ്സിലെല്ലാം കാണാം. എന്നാൽ അയ്യാ സ്വാമികൾ തമിഴ് ട്രഡീഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ശൈവ സിദ്ധാന്തം തമിഴ് ബേസിക് സാധനമാണ്. പിന്നെ തിരുമൂലറുടെ തിരുമന്ദിരം, തിരുമൂലർ പതഞ്ജലി മഹർഷിയുടെ സമകാലീനനാണെന്നാണ് കരുതപ്പെടുന്നത്. ഇവർ രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. തിരുമൂലർ വളരെ വിശാലമായി അത് ഡിസ്കസ് ചെയ്തു തിരുമന്ദിരത്തിൽ. പതഞ്ജലി മഹർഷി അതിനെ വളരെ സംക്ഷിപ്തമായിട്ട് 186 85 പറയുന്നുണ്ട്, സൂത്രങ്ങളായിട്ട് പറഞ്ഞു. മറ്റേത് ഏതാണ്ട് 3000 വേർഡ്സോളം ഉണ്ട്. അത്രയും വലിയ ബൃഹത് ഗ്രന്ഥമാണ്. മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷനുമുണ്ട്. രാമചന്ദ്രനോ ആരോ ഒരാൾ ചെയ്തിട്ടുണ്ട്. നല്ല ട്രാൻസ്ലേഷനുമാണ്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ നമുക്ക് ഇത് വായിക്കാൻ കിട്ടും, അവൈലബിളാണ്, മലയാളത്തിൽ തന്നെ അവൈലബിളാണ്. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചിലരുടെ കയ്യിലൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. എങ്കിലും ഇത് നമുക്ക് കേരളത്തിൽ ഇങ്ങോട്ട് പ്രചാരത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അയ്യാ സ്വാമികൾ വഴിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ ഈ മാർഗത്തിൻ്റെ ആചാര്യനായിട്ടാണ് കേരളത്തിൽ കാണുന്നത്. അത് നോക്കുമ്പോൾ ഇത് ഈ ശിവൻ എന്ന സത്യം അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശിവൻ ഒരു സങ്കല്പം അല്ല, ശിവൻ ഒരു സത്യമാണ്. അപ്പോൾ സത്യം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ്, അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് സത്യം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം മാറാതെ പെർമനൻ്റായി നിൽക്കുന്നത് എന്തോ അത് ശിവൻ, ഈ മരിച്ചു പോകുന്നത് എന്തോ അല്ലെങ്കിൽ നിലനിൽക്കാതിരിക്കുന്നത് എന്തോ അത് ശവം എന്നാണ് ഐഡിയ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഒരു റൂട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം ആക്ച്വലി ഇതിനകത്തോട്ട് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ സങ്കല്പത്തിലോട്ട് ഇറങ്ങി നിൽക്കും. ശിവൻ എന്ന സങ്കല്പം, ആ സങ്കല്പം വേറെന്തോ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ സങ്കല്പം വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ ഈ രൂപത്തിലേക്ക് മാറി ആ രൂപത്തിനെ എടുത്തിട്ട് നമ്മൾ ആ രൂപത്തിലൂടെ അങ്ങ് പോകും. പക്ഷേ ഇത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പൊരുൾ മറ്റൊന്നാണ്. സത്യമായതെന്തോ അത് ശിവൻ, നാശമില്ലാത്തതെന്തോ അത് ശിവൻ. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഈ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ശൈവ സിദ്ധാന്തത്തിൻ്റെ മാർഗവും അതാണ്. അത് സ്കീമാറ്റിക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പം ഇതൊന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോയാൽ നല്ലതായിരിക്കും. അതായത് ഇത് എന്താണ് ഈ നാശമില്ലാത്ത കാര്യം, സത്യം എന്താണ്, ഇതാണല്ലോ അറിയേണ്ടത്. സത്യം എന്താണെന്ന് അറിയാൻ നമ്മൾ നോക്കുമ്പോൾ നാശമില്ലാത്തതാണ് സത്യമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം, നോക്കി അതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ ഈ സത്യം നമ്മളിപ്പോൾ ആകാശത്തേക്ക് തന്നെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ സൂചിപ്പിച്ചു, ആകാശത്തേക്ക് തന്നെ നമ്മൾ നോക്കുന്നു. നമ്മൾ ഈ ആകാശത്തിലൊരു ഗോളമായി നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും മറ്റു ഗോളങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാണെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നുണ്ടായി എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. ശാസ്ത്രജ്ഞന്മാരും ചോദിക്കുന്നു, സന്യാസികളും അന്വേഷണം തുടങ്ങുന്നവരും ഒക്കെ ചോദിക്കുന്നു, എന്താണ് സത്യം? നാശമില്ലാത്തതാണ് സത്യം. അപ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഗാലക്സീസൊക്കെ ഉണ്ടാകുന്നതിന്, ആ യൂണിവേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? യൂണിവേഴ്സ് ഉണ്ടാവുകയും അത് മാറ്റങ്ങൾക്ക് വിധേയമായി നിൽക്കുകയും പിന്നെ ഇതെവിടെയോ പോയി ലയിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് എന്തോ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം കാണാൻ പറ്റുന്നതല്ല, ശൂന്യമാണ്.
എന്നാൽ അത് സത്യമായതായതുകൊണ്ടും നാശമില്ലാത്ത ഒരു ശൂന്യതയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അത് ശൂന്യതയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിൽ നിന്നാണ് എല്ലാം ഉൽപ്പത്തിയായിരിക്കുന്നത്. ഈ ശൈവ സിദ്ധാന്തത്തിൽ അങ്ങനെയാണ് പോണത്. അതിൻ്റെ റൂട്ടാണ് ഞാൻ പറയുന്നത്. അത് ആ റൂട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങാനായിട്ട്. അപ്പം അനന്തമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന നാശമില്ലാത്ത നിത്യമായ അഖണ്ഡമായ ഏതോ ഒരു സത്യം ഇവിടെ നിൽപ്പുണ്ട്. അതിന് നമുക്ക് ശിവൻ എന്ന് സങ്കല്പിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ശരീരം ഉണ്ട്, നമ്മൾ ഈ പ്രപഞ്ചമുണ്ട്, നമ്മൾ ശരീരം എടുത്ത് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരീരം സത്യമാണെന്ന് തോന്നിച്ചുകൊണ്ടിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ചെറിയ വേദനയൊക്കെ വരുമ്പോൾ ഒരു സത്യമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ശരീരം നമുക്ക് സത്യമായിരിക്കെ ഇത് ആണോ അല്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായാൽ അത് നോക്കണം. ഇപ്പോൾ ഈ ശരീരം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണല്ലോ വലിയ ഭയം. മരിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയം. അപ്പോൾ അങ്ങനെ ഈ അഭിനിവേശം എന്ന് പറയും അതിനകത്ത്. ഈ അഭിനിവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ത്വര, മരിക്കാതിരിക്കാനുള്ള ആഗ്രഹം എല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ മരണം ഒരു സത്യവസ്തുവായിട്ട്, സത്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു നാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ചേഞ്ചിന് അടിമപ്പെടാതെ ഞാൻ നിൽക്കണം. എന്നുവെച്ചാൽ മരണം ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ശരീരം പോവുകയും ചെയ്യും. ഇത് സനാതനമായി എന്നും നിൽക്കുന്ന ഒരു സത്യമല്ല എന്നുള്ളത് കൊണ്ട് ആ സത്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ശരീരം ആ സത്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നും ഈ ശരീരം പോകുന്നത് കൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയണം എന്നാണ്. അപ്പോൾ ആ ഞാൻ ആരാണ് എന്ന് നോക്കുമ്പോൾ അത് ശിവനാണ് എന്ന് തിരിച്ചറിയും. അത് ഇൻറ്റൻസായിട്ട് നോക്കി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും ശരീരത്തിനെ നിലനിർത്തിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുകയും ശരീരം പോകുമെന്നുള്ള ഭയത്തോടുകൂടി ജീവിക്കുകയും ഒരിക്കൽ ശരീരം പോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശം, സമാധാനമായിട്ടല്ല പോണത്. പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോകാൻ വിധിക്കപ്പെടുമ്പോഴത്തേക്കും വലിയ വെപ്രാളം വരും. അതുകൊണ്ടാണ് ഇതിനകത്തിരിക്കുന്ന പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമായിട്ട് വരുന്നത്. ആ വഴിയിലാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന പ്രകൃതിയുമായിട്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങേണ്ടി വരും. ഈ പ്രകൃതിയിൽ എന്ത് നമ്മൾ നോക്കിയാലും ഒന്നും അങ്ങനെ നിൽക്കുന്നില്ല, മാറിക്കൊണ്ടിരിക്കും. ആ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന ഞാനും മാറിക്കൊണ്ടേയിരിക്കും. ശൈശവം, ബാല്യം, കൗമാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വയസ്സനായി പിന്നെ പോകുന്നു. അപ്പോൾ ഈ നിൽക്കുന്ന ഞാൻ, ഇതിനകത്ത് എന്താണ് സത്യം? സത്യമാണോ ഇത്? സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കുന്നു. എന്നാൽ സത്യമാണോ എന്ന് ഞാൻ അറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ അന്വേഷണത്തിലാണ് ഈ ശാസ്ത്രമെല്ലാം ഉണ്ടായത്. അപ്പോൾ അത് തുടങ്ങുന്നത് ചുറ്റുപാടിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ചുറ്റുപാടിലാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ് എന്നെനിക്ക് തോന്നിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അല്ല. ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എനിക്ക് ഇത് ഒരു സെപ്പറേറ്റ് ബീയിങ് ആണെന്ന് നമുക്ക് തോന്നിച്ചുകൊണ്ടേയിരിക്കും. ഈ തോന്നലിനെയാണ് പരിശോധിക്കുന്നത്. എന്താണ് ഈ തോന്നലിങ്ങനെ? ഞാൻ ഈ പ്രകൃതി തന്നെയല്ലേ? അതിൽ നിന്ന് മാറി ഞാനൊരു ഇൻഡിവിജ്വലായിട്ട് മാറി ഞാൻ എന്നെ ധരിച്ച് വെച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ പ്രകൃതി ഇവിടെ മാറ്റങ്ങൾക്ക് വിധേയമായി പ്രകൃതി നിൽക്കുന്നത് പോലെ ഞാനും എൻ്റെ ശരീരവും മാറ്റങ്ങൾക്ക് വിധേയമായി ഇവിടെ ഉണ്ടാവും. നിത്യമായി ഞാനിവിടെ ഉണ്ടാവും, വേറൊരു ഫോമിലായിരിക്കും. ഈ ഫോം മാറി 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 പല പല ഫോമുകളിലൂടെ ഞാനിവിടെ എന്നും നിലനിൽക്കും. എന്നിലിരിക്കുന്ന എനർജി, ആ എനർജി നാശമില്ലാത്തതായതുകൊണ്ട് അതും ഉണ്ടാവും. അതിൻ്റെ ഭാവങ്ങൾക്ക് മാറ്റം വന്നിട്ട് അതും ഉണ്ടാവും. ഈ ശരീരം അതിൻ്റെ മൈന്യൂട്ടസ്റ്റ് പാർട്ടിക്കിൾസായിട്ട് മാറിയിട്ട് അതും എനർജി രൂപത്തിലൂടെ ഉണ്ടാവും. പിന്നെ എൻ്റെ ബോധം എന്ന് പറയുന്നത്, ഞാൻ ആ ബോധം വെച്ചിട്ട് പ്രവർത്തിച്ചിരുന്ന എൻ്റെ ചലനങ്ങളും എൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം അലകൾ സൃഷ്ടിച്ച് അതും ഇവിടെ ഉണ്ടാവും. മറ്റു രൂപത്തിലാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്ന ദൃശ്യ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഞാൻ നിൽക്കുന്നു എന്നത് അറിയാൻ പറ്റാത്ത ഒരു ലെവലിൽ ഞാനിവിടെ നിൽക്കും. പക്ഷേ നമുക്ക് തോന്നുന്നത് ഇത് പോകുമ്പോൾ എല്ലാം പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു മഹാനാശം എനിക്ക് സംഭവിക്കുമെന്ന് പറയുമ്പോൾ വെപ്രാളമാണ്. എന്നാൽ ആ വെപ്രാളം നമുക്ക് കെടുത്തേണ്ട ആവശ്യമുണ്ട്. ഈ വെപ്രാളത്തെ, അതാണ് ഈ ഇൻട്രൊഡക്ഷനിൽ സ്വാമി പറഞ്ഞ കാര്യം. കാരണം എന്ന് വെച്ചാൽ ഈ അഹം എന്ന് പറയുന്ന സാധനം, ഞാനെന്ന് പറയുന്ന ഒരാളാണെന്ന് ധരിച്ചിട്ട് അയാൾ പൊപ്പോകുമോ എന്ന മൗഢ്യത്തിൽ നിന്നിട്ട് വേവലാതിപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുക.
അപ്പോൾ അത് നോക്കിയേ പറ്റത്തുള്ളൂ. അത് ഒരു കാലത്ത് നോക്കി നിൽക്കുന്ന ഒരാളിന് അത് മനസ്സിലാവും, നോക്കാത്തവർക്ക് അത് മനസ്സിലാകത്തുമില്ല. ഇങ്ങനെ അത് പോവുക. അപ്പോൾ ഈ മാർഗത്തിലൂടെ ഇത് തിരിച്ചറിയാൻ വേണ്ടി ഉള്ള പദ്ധതികൾ പല പല വലിയ വലിയ ആചാര്യന്മാർ വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് 10,000 പറയാനില്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവർ കണ്ടുപിടിച്ച് മനസ്സിലാക്കി പറഞ്ഞു. അതിലൊരു വലിയ പദ്ധതിയാണ് ഈ ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിനകത്ത് അന്നത്തെ ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ ഈ രൂപകൽപ്പന ചെയ്തിട്ട് അതിൽ ആ ഐഡിയാസ് മുഴുവൻ അതിൽ വെച്ച് അതെങ്ങനെ സൃഷ്ടിച്ചങ്ങ് വെച്ചേക്കും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ആ രൂപത്തിനകത്തുനിന്ന് ഡീകോഡ് ചെയ്ത് ഈ പ്രിൻസിപ്പിളെല്ലാം എടുക്കാൻ പറ്റും. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലോട്ടങ്ങ് നിൽക്കുകയും ഡീകോഡിങ് പരിപാടി തീർന്നു പോവുകയും ചെയ്യും. തീർന്നു പോയിട്ടില്ല, ഉണ്ട്, എങ്കിലും അത് സാമാന്യ ജനത്തിൻ്റെ ഇടയിൽ വരാതെയും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇതെന്തായാലും ആരാധിക്കണമെന്നുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനെ ആരാധിച്ച് ഇതിനെ പ്രത്യക്ഷപ്പെടുത്തി ഇതിൻ്റെ അനുഗ്രഹത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ സമാധാനമായി എന്ന ഐഡിയ പ്രബലമായി. ആചാര്യനെ സംബന്ധിച്ചിടത്തോളം ആ ഐഡിയ അല്ല, ഇതൊരു സിമ്പിൾ ഇത് പെടുത്തി ഇതിനെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ കോറായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് തിരിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകണം ഇതിനോട്ട്. അപ്പോൾ എളുപ്പം നമുക്കത് മനസ്സിലാവും. സാധാരണ അങ്ങനെയല്ല, റിച്വലിസ്റ്റിക്കായിട്ട് നമ്മൾ പോകും, തെറ്റേ അല്ല. കാരണം എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാനായിട്ട് നമുക്ക് ഒരു പിടിവള്ളി ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പിടിച്ച് നിൽക്കാനുള്ള പിടിവള്ളികൾ തന്നെയാണ് ഈ ഫോംസ് എല്ലാം. അത് നിഷേധിക്കാനും പറ്റത്തില്ല. ഇത്രയും വളരെ ബുദ്ധിപരമായി ഇത്രയും ഭയങ്കര ഹൈ ഇൻ്റലിജൻസിലൂടെയാണ് ഈ ഫോംസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ദീർഘവീക്ഷണം, അതിൻ്റെ അപാരമായ സ്കില്ല്, ഒരു വലിയ ശാസ്ത്രത്തിനെ ചെറിയൊരു രൂപത്തിൽ ഒതുക്കി വെച്ചിരിക്കുക. അത് അപാരമായ കാര്യമാണ്. ആലോചിച്ചാൽ തന്നെ നമുക്ക് ഒരു അന്തം വിട്ടു പോകുന്ന ഒരു വലിയ സത്യമായിട്ട് അത് എല്ലാ കാലവും ഇവിടെ നിൽക്കും. ആലോചിച്ചാൽ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയുമാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ അത് ഡീകോഡ് ചെയ്യാനും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതാണ് പശ്ചാത്തലം. അപ്പോൾ ശിവൻ നാശമില്ലാതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ നിതാന്തമായ ആദ്യന്തരഹിതമായ ഒരു സത്യമാണ്. വസ്തു എന്ന് പോലും പറയാൻ പറ്റില്ല. വസ്തു എന്ന് പറയുമ്പോൾ ലിമിറ്റ് ചെയ്യും നമ്മൾ. അങ്ങനെ നിൽക്കുന്ന ഒരു സത്യമാണ് ഈ ശിവൻ എന്ന് പറയുന്ന പ്രതിഭാസമൊന്നും പറയാൻ പറ്റില്ല. അതാണ്, അങ്ങനെ ഒരിടവും കൊള്ളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെയാണ് മറ്റ് ചില ചിന്താപദ്ധതികളിൽ നമ്മൾ ബ്രഹ്മം എന്ന് പറയും. വാക്ക് വയ്ക്കുമ്പം ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ തോന്നിക്കും. പക്ഷേ അതൊരു ഉണ്മയാണ്, സർവ്വവ്യാപിയായി ഏകമാണ്, നിത്യമാണ്, അത് അനങ്ങുന്നതല്ല, വിമലമാണ്, പ്യൂറാണ്, അചലമാണ്, എപ്പോഴും സാക്ഷിയായി നിൽക്കുന്നതാണ് എന്ന്. സർവ്വതാ സാക്ഷിഭൂതം എന്ന് പറയുന്നത് അതാണ് ഇത്. അപ്പോൾ അത് എങ്ങനെ പറയാൻ തുടങ്ങിയാലും പറ്റാത്തത് കൊണ്ടാണ് ശങ്കരാചാര്യരെ പോലുള്ള മഹാരഥന്മാർ ഇങ്ങനെ പറഞ്ഞത്, നേതി അതല്ല നീ ചിന്തിക്കുന്നത് ഒന്നുമേ അല്ല എന്ന്. മനസ്സുകൊണ്ട് നമുക്കിതിനെ പെടുത്താൻ പറ്റാത്ത ഒരു അവാച്യമായ ഒരു സംഭവം എന്ന് പറയാനൊക്കെ ഇങ്ങനെ ആണ്. അതാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പം അതിനാണ് നമ്മൾ ശിവരാജയോഗം എന്നാണല്ലോ പറയുന്നത്. അതിലേക്കാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ശരീരം, മനസ്സ്, അതിൻ്റെ ഡീപ്പർ തലങ്ങളിലേക്ക് ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് പോവുക. അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഇറങ്ങുമ്പോൾ അത് ചുറ്റുപാടുകളിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഈ യമനിയമാദികളെക്കുറിച്ച് സംസാരിച്ചത്. കാരണം നമ്മുടെ ഇൻറ്ററാക്ഷൻസ് സമൂഹമായിട്ടാണ്. എപ്പോഴും ഒരു സമൂഹ ജീവിയായി ജനിച്ചു, ഒരാളിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഉണ്ടായ ഈ ചുറ്റുപാടുകളുമായി നിരന്തരമായി ബന്ധപ്പെടുകയും ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ അറിയുകയും അനുഭവത്തിലൂടെ അത് അനുഭൂതികളാക്കി മാറ്റുകയും ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഒരു വ്യക്തിഗതമായ അറിവ് സൃഷ്ടിച്ച് അത് സത്യമാണെന്ന് ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ധരിച്ച് നിൽക്കുകയാണ് നമ്മളുണ്ടാക്കിയ അറിവ്. ആ അറിവിന് വലിയ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്, എങ്കിലും അത് സത്യമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിലങ്ങ് നിൽക്കും. അങ്ങനെ നിന്ന് അവിടെ സ്റ്റക്കാവും. ഈ ആണെന്ന് നമ്മൾ സത്യമാണെന്ന് ധരിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്ലഷറുണ്ടല്ലോ, ഒരു സന്തോഷം, അതാണ് നമ്മൾ ഈ നേരത്തെ മാറ്റണമെന്ന് പറഞ്ഞ ഈഗോ. അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അത് വിടില്ല.
എല്ലാ കാര്യത്തിലും അത് നോക്കുക. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഒരു സൗഖ്യകാരണമായ ഒരു കാര്യമാണ് എന്ന് എങ്ങനെയോ ഉറച്ചു നിന്നിട്ട് അതിൽ പിടിച്ച് തൂങ്ങി അവസാനം വരെ നിന്ന് ഈ വന്ന പർപ്പസ് നഷ്ടപ്പെട്ട് നിൽക്കും. എന്നാൽ നമ്മളതായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴിക്ക് ഒന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ഇറങ്ങാൻ എന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ബേസില്ലാതെ ഇറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ മാറി സഞ്ചരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ശിവരാജ യോഗത്തിനകത്ത് ശിവൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് പദത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ തന്നെ എടുക്കാം. ഇനി രാജയോഗം നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും രാജയോഗം അത് പതഞ്ജലി മഹർഷിയുടെയാണ്. ഈ ശിവരാജയോഗത്തിൻ്റെ ഒരുപാട് ബേസിക് ടെനസ് കിടക്കുന്ന തിരുമൂലരുടെ തിരുമന്ദിരത്തിലാണ്. അപ്പോൾ ഈ തിരുമന്ദിരത്തിനകത്ത് തിരുമന്ദിരവും പതഞ്ജലി യോഗസൂത്രവും ഒരേ കാലഘട്ടത്തിലുണ്ടായതാണ്. പതഞ്ജലിയാണ് ശകലം നേരത്തെ എന്ന് പറയും, പക്ഷേ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പതഞ്ജലി മഹർഷിയുടെ ഈ യോഗസൂത്രത്തിനകത്ത് വളരെ ചുരുക്കി പറഞ്ഞു, ഇദ്ദേഹം വളരെ ഇലാബറേറ്റായിട്ട് പറഞ്ഞു. ആ ഇലാബറേറ്റായിട്ട് പറഞ്ഞിരിക്കുന്നതിനകത്ത് ശിവരാജയോഗത്തിൻ്റെ പൊരുളുകളെല്ലാം കിടക്കുക. വലിയ പുസ്തകമാണ്. പിന്നെ ഇപ്പോൾ അത് ആരും അങ്ങനെ ഇപ്പം മലയാളത്തിൽ ഇൻ്റർപ്രിട്ടേഷൻ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല ബുക്കുമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ശിവരാജ യോഗത്തിൻ്റെ ബേസുകൾ അന്നത്തെ യോഗിക് ബേസിൽ കിടക്കുക. നല്ല ഡീപ്പായിട്ട് അതിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരീരം പ്രകൃതിയുമായി ഇണങ്ങി എങ്ങനെയാണ് നിൽക്കുന്നത് എന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഇണക്കം എവിടെ അല്ലെങ്കിൽ ഹാർമണി നഷ്ടപ്പെടും. ഹാർമണി നഷ്ടപ്പെടുമ്പോഴേ അസ്വസ്ഥത ഉണ്ടാകും. അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് കാമനസ് എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. ഈ കാമനസ് അറിയാത്തിടത്തോളം നമുക്ക് സ്വസ്ഥതയും ഇല്ല, സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. അങ്ങനെ മനുഷ്യൻ ദുഃഖിതനായി ജീവിക്കേണ്ടി വരും. അത് ദുഃഖത്തിൻ്റെ പരിഹാരാർത്ഥമാണ് ഈ സാധനങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സാഖ്യയിൽ പോയി നോക്കിയാൽ ദുഃഖം എങ്ങനെ അവസാനിപ്പിക്കാം, ത്രിവിധ ദുഃഖങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ നമുക്ക് എന്ത് ചെയ്യണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതിൽ അദ്ദേഹത്തിന് പ്രകൃതിയുടെ റൂട്ടിൽ പോയി എങ്ങനെ ക്രിയേഷൻ സംഭവിച്ചു എന്ന് നോക്കി. അവിടെ ഈ ദുഃഖം ഉണ്ടെന്ന് കണ്ടു. അത് ദുഃഖം ഇവിടെ നമ്മുടെ ശരീരത്തില്ല, അവിടെ ദുഃഖം ഇരിക്കുകയാണെന്നാണ്. അതെന്താണ്? ഇപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു അഖണ്ഡമായ ബോധം നമ്മൾ ശിവനെന്ന് സങ്കല്പിച്ചു. ആ അഖണ്ഡമായ ബോധത്തിൽ അലകളുണ്ടാകാൻ ഒരു സാധ്യതയില്ല. ശൂന്യമായിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്. അതിൽ എങ്ങനെയോ ഒരു അലകളുണ്ടായി എന്നാണ്, എന്തോ ഒരു ഇളക്കം. ആ ഇളക്കത്തിലൂടെയാണ് ഈ ക്വാളിറ്റി ഉണ്ടായത് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ത്രിഗുണങ്ങളുണ്ടായത്, സത്വരജ തമോ ഗുണങ്ങളുണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എലമെൻറ്റ്സ് ഉണ്ടായി. എലമെൻറ്റ്സ് പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്ത് പഞ്ചീകരണത്തിലൂടെ പിന്നെ ഈ സൃഷ്ടിയുടെ ബേസ് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചു. അതിനകത്ത് മനസ്സുണ്ടായി, ഈ പഞ്ചേന്ദ്രിയങ്ങളുണ്ടായി, പഞ്ചഭൂതങ്ങളുണ്ടായി, പഞ്ചേന്ദ്രിയങ്ങളുണ്ടായി, കർമ്മേന്ദ്രിയങ്ങൾ 5 ഉണ്ടായി, സെൻസേഷൻസ് 5 ഉണ്ടായി. അതിൻ്റെ ആകത്തുകയായ മനസ്സുണ്ടായി, അന്ധകരണം. പിന്നെ മനസ്സിനെ പ്രോസസ്സ് ചെയ്യാനുള്ള അതിൻ്റെ ഡീപ്പറായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ്റലക്റ്റ് ഉണ്ടായിട്ട് ഈഗോ ഉണ്ടായി. ഈഗോയിൽ നിന്ന് ഐഡൻറ്റിഫൈഡ് ആയിട്ടൊരു സെൽഫ് ഉണ്ടായി. ആ സെൽഫാണ് ഞാനെന്ന് വിചാരിച്ച് ഇവിടെ ജീവിക്കും. അതാണ് ആ റൂട്ട് അവിടെ നീങ്ങി വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മാറ്റിയെടുക്കാൻ ഇത്രയും പ്രയാസം. റൂട്ട് അറിയണം. ഈ റൂട്ട് അറിയാതെ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര ആഴത്തിലാണ്, ക്രിയേഷൻ്റെ ആഴത്തിൽ കിടക്കുന്ന ഒരു ഡൗട്ടാണ് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ആണവമലം എന്ന് പറയുന്നത്. ഇംപ്യൂരിറ്റി ഫോർ ദ ക്രിയേഷൻ ഓഫ് ദ ബേസിക് എക്സിസ്റ്റൻസ് വിച്ച് ഈസ് എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ആറ്റം. അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോസസ്സ് വളരെ എളുപ്പമായിട്ട് അങ്ങ് പോകും. പൂർണ്ണമായിട്ട് അറിയില്ല, ഇൻ്റലക്ച്വലായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് അങ്ങ് പോകും മുമ്പോട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഹാർമണിയൊക്കെ വന്നോളും. അപ്പോൾ ഹാർമണി വരാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി സസൂക്ഷ്മം മനസ്സിലാക്കേണ്ടിയുണ്ട്. അവിടെയാണ് നമ്മൾ യമനിയമാദികളുടെ പ്രസക്തി. ശിവരാജയോഗത്തിൽ വരുമ്പോൾ അത് ചര്യ എന്ന പേരിലാണ് കിടക്കുന്നത്. എങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കേണ്ടത്? ചുമ്മാ നിന്നാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കാം. പക്ഷെ അങ്ങനെ നിന്നാൽ ഈ പറയുന്ന പർപ്പസ്, പ്രകൃതിയുടെ പർപ്പസ് ഫുൾഫിൽഡ് ആകത്തില്ല.
ഈ ക്രിയേഷനിൽ ഉണ്ടായിരുന്ന ഒരു ബേസിക് ഡൗട്ട് ആണവമലം എന്ന് പറയും. അതിനറിയണമെന്ന് തോന്നിച്ചതാണ് അതിൻ്റെ ബേസിക് ഡൗട്ട്. നല്ല രസമാണിത്. ഈ എങ്ങനെ ഈ സൃഷ്ടി ഈ യൂണിവേഴ്സൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ അതിന് സ്വയം അറിയണമെന്ന് അങ്ങ് തോന്നിച്ചു. അറിവായിരിക്കുന്ന ഒരു കാര്യത്തിന് അറിയണമെന്ന് തോന്നിക്കുക എന്ന് പറയുമ്പോൾ ഒരു മൗട്ടി അതിനകത്തുണ്ടല്ലോ, അത് സംഭവിച്ചതാണ്. അതാണ് ഈ ബേസ്. അതിൽ നിന്ന് അറിയാനുള്ള ആ തരംഗം അവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ക്രിയേഷൻ്റെ, യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ്റെ ബേസ് എന്നാണ് കണ്ടത്. അപ്പോൾ അത് അവയർനെസ്സാണത്. ഒരു അവയർനെസ് വന്നു. ആ അവയർനെസ്സിന് ഈ പറയുന്ന ബേസുമായിട്ടങ്ങ് ലയിച്ച പ്രശ്നം കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞു. അപ്പോൾ അത് ലയിക്കാനാണ് ഈ ശ്രമം, യോഗം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്ന, യോജിക്കുന്നതിന് യോഗം എന്ന് പറയും. ഈ അവയർനെസ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി അതിൽ ലയിച്ച തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഈ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഒരുമിക്കുക. അവയർനെസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ സൃഷ്ടിക്ക് ബേസായിട്ട് കിടക്കുന്ന ശക്തിവിശേഷമായിട്ട് കാണും. അത് ചില സിസ്റ്റങ്ങൾ അതിലൊരു സ്ത്രീഭാവത്തിൽ അത് കൽപ്പിച്ചു. കാരണം സ്ത്രീയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ. അതിപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്, അമ്മയിൽ നിന്നാണല്ലോ കുഞ്ഞും ജനിക്കുന്നത്, അങ്ങനെ. അപ്പോൾ ആ ശിവശക്തി സംയോഗം ആണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവയർനെസ് കോൺഷ്യസ്നെസ്സിലേക്ക് ലയിക്കുക എന്ന് പറയുന്ന പരമമായ ലയനം. അത് അവയർനെസ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതങ്ങ് ഉണ്ടായി കഴിയുമ്പോൾ ആ ലയനം അപ്പം തന്നെ സാധിക്കും. അതിന് സാധിക്കാതെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈ അവയർനെസ് തന്നെ നമ്മുടെ ശരീരബോധമായിട്ട് നിൽക്കും. മനസ്സിൻ്റെ സങ്കല്പ സൃഷ്ടികളുമായി അറ്റാച്ച് ചെയ്ത് ആ ബോധമായിട്ട് നിൽക്കും. അകത്തോട്ട് ഡീപ്പായിട്ട് ഇങ്ങനെ അത് സബ്റ്റിലായിട്ട് അകത്തോട്ട് ആ ബോധം നിൽക്കും. അതുകൊണ്ടാണ് ഇത് ക്രമമായി വർക്ക് ചെയ്ത് ഇതിനെ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ റൂട്ട് അനിഹിലേറ്റ് ചെയ്ത് അങ്ങ് വിടുമ്പോൾ ഈ പറയുന്ന ഐക്യം സാധിക്കും, യോഗം സാധിക്കും. അത് തന്നെയാണ് യോഗത്തിൻ്റെ എല്ലാ യോഗങ്ങളുടെയും ബേസ്. ശിവരാജ യോഗത്തിൽ ഈ ശിവശക്തി സംയോഗം അതിൻ്റെ ബേസിൽ കിടക്കുക. അതിനെ നമ്മൾ രൂപമായിട്ടൊന്നും എടുക്കാതെ അതിൻ്റെ പ്രിൻസിപ്പിളിലോട്ടങ്ങ് പോവുകയാണെങ്കിൽ നമുക്കിത് കാണാം. അനാദിയായി ഇവിടെ കിടന്ന സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശൂന്യതയോ മഹാപൂർണതയോ, പൂർണ്ണത എന്നും പറയാം, കാരണം അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശൂന്യതയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണല്ലോ നമ്മളുടെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെന്തോ സത്യമായിരുന്നു, പൊരുളായിരുന്നു, നിറഞ്ഞു നിന്നതായിരുന്നു, അത് പൂർണ്ണമായിരുന്നു. മറുവഴി കൂടെ നോക്കുമ്പോൾ അതൊന്നുമില്ല, മഹാശൂന്യതയാണ്. രണ്ട് സ്കൂളും ഉണ്ടല്ലോ. അപ്പോൾ ആ മഹാശൂന്യതയിലേക്ക് നമ്മൾ ചലനങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് അതിലേക്ക് അങ്ങ് ലയിക്കുക, അല്ലെങ്കിൽ ആ മഹാപൂർണതയാണ് ഞാനെന്ന് തിരിച്ചറിയുക. ഇതിന് ആണ് ഈ യോഗ വഴി നോക്കുന്നത്. അതിൻ്റെ ഒരു തമിഴ് പാരമ്പര്യത്തിൽ വന്നിരിക്കുന്ന ഒരു വളരെ ബേസിക് വർക്കാണ് അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ ശിവരാജ യോഗം. ഒരുപാട് ആചാര്യന്മാർ നോക്കി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ചര്യ എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നോക്കാം. എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയുമായി ഇടപെടുമ്പോഴേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, പലതും പിടിക്കുന്നില്ല, നമുക്ക് അനുഗുണമാവുന്നില്ല. നമുക്ക് അനുഗുണം ആകാതിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ വേണം ഇത് നടക്കാനെന്ന് നമ്മളെങ്ങനെയോ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ ഐഡിയ നടത്താൻ നോക്കുമ്പോഴാണ് അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കും. എന്ന് പറയാൻ അവിടെ ബേസിക്കായിട്ട് എവിടെയാണ് പ്രശ്നം, പുറത്താണ് പ്രശ്നമെന്ന് തോന്നും. ഈ ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പ്രശ്നമെന്ന് കാണത്തില്ല. ഈ ഐഡിയ അങ്ങ് മാറി നിന്നാൽ നമ്മളത് തന്നെയാണ്. നമ്മളുണ്ടാക്കിയ നമ്മൾ കൽപ്പിച്ച് കൂട്ടിയ ഒരു ഐഡിയ ഉണ്ടല്ലോ നമ്മുടെ ലോകത്തിനെ കുറിച്ച്, ആ ഐഡിയയാണ് ഇതിന് ബ്ലോക്കായിട്ട് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ കുറച്ച് കാലം എടുത്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് അങ്ങ് സംഭവിച്ചെന്ന് വന്നേക്കാം, ഗുരു കടാക്ഷം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു അവയർനെസ് ഈശ്വര കടാക്ഷം കൊണ്ടോ എങ്ങനെയോ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയുടെ ഈ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം മനസ്സിലായത്, ഞാനെന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാനെന്ന് പറയുന്ന ഈ ശരീരവും ഈ മനസ്സും എൻ്റെ ഈ പാക്ക് ഇൻ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ ഇപ്പോൾ ഇൻ്ററാക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇൻ്ററാക്ട് ചെയ്താൽ എനിക്ക് സമാധാനം കിട്ടുമോ? സമാധാനം ഇല്ലയെന്ന് എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട് എങ്കിൽ ആ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇത് നോക്കിയേ പറ്റും. കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സമാധാനമായിട്ട് സന്തോഷമുണ്ടല്ലോ, പോവാം. അങ്ങനെ ഈ കംപ്ലൈൻറ്റ് വരും.
അത് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് ചൊറിഞ്ഞാൽ മതി വരുന്നത്. അത്ര ഫ്രീബിളായിട്ടുള്ള ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഉറയ്ക്കാതെ നിൽക്കുക, ഒരു കാര്യം മാറി ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ വെപ്രാളത്തിന് കാരണമായിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കുക. അത് ഈ രണ്ട് ശാസ്ത്രത്തിൽ നോക്കുക. യോഗത്തിലും ശിവരാജയോഗത്തിലും അകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ യോഗത്തിൽ അതിനെ സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. കാരണം യമനിയമാദികൾ പാലിച്ചേ പറ്റൂ, അടിസ്ഥാന പ്രമാണം അതാണ്. അപ്പോൾ ഇവിടെ ചര്യകളെന്നാണ് പറയുന്നത്. ശിവരാജയോഗത്തിൽ ചര്യകളാണ്. ചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ എങ്ങനെ വേണം ഇവിടെ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് റിച്വലിസ്റ്റിക് ആയിട്ട് അതിനെ അങ്ങ് നമ്മൾ മാറ്റി വെച്ചു, ഇന്ന് എൻ്റെ റിച്വൽസ് ചെയ്യണം. അതെന്തിനാണ് ആ റിച്വൽസാക്കി മാറ്റി? അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ റിച്വൽസാക്കി മാറ്റി അതൊക്കെ ചെയ്താലേ സമാധാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പഴയ ട്രഡീഷണൽ വന്നുകൊണ്ട് നമ്മൾ ആ റിച്വലിസ്റ്റിക് ഫോമിലേക്ക് ഇതിനെ വെച്ച് അതൊക്കെ ചെയ്യണം. രാവിലെ കൃത്യസമയത്ത് എണ്ണിക്കണം, കുളിക്കണം, സ്നാനം ഇതൊക്കെ ചെയ്യണം, പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാം ഇതെല്ലാം മറ്റതിനകത്ത് കിടപ്പുണ്ട്. പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസ് എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈശ്വരാരാധന ചെയ്യണം, ഏതെങ്കിലും ഡയറ്റ് വെച്ച് പൂജിക്കണം, ഇങ്ങനെ. അപ്പോൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന മൈൻഡിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയെങ്കിലേ പറ്റത്തുള്ളൂ, തുടങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചുറ്റുപാടും നമ്മൾ ക്ലിയർ ചെയ്ത് വെടിപ്പാക്കി വയ്ക്കണം. എന്നിട്ട് അതിനകത്ത് സ്വസ്ഥത ഉണ്ടാക്കാനുള്ള ഇടം സൃഷ്ടിക്കണം. ആ ഇടം സൃഷ്ടിച്ചിട്ട് അത് പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ചര്യ എന്ന് പറയുന്നത്. ഒരു ദിനചര്യ പോലെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഇതിൻ്റെ റൂട്ടും അപ്പുറത്ത് കിടക്കുന്നത് കൊണ്ട്, പതഞ്ജലി യോഗസൂത്രത്തിൽ കിടക്കുന്നത് കൊണ്ട് അതൊരു മോഡലായിട്ട് എടുത്തിട്ട് പ്രാക്ടീഷണേഴ്സ്, ആചാര്യന്മാർ അത് തന്നെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. യമനിയമാദി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. യമം ഈ പറഞ്ഞ കുറച്ച് 5 പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ, യമ. അപ്പം അത് ചെയ്യണം. അഹിംസ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കഷ്ടം തന്നെ. ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ തിരിച്ച് ഉപദ്രവിക്കുക എന്നുള്ള മിനിമം ലെവലിലെങ്കിലും ഉപദ്രവമാണ്. അപ്പോൾ അത് അകത്ത് നമ്മളെ ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളിനെ ഹർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാകും. എങ്ങനെയാണ് ഹർട്ട് ചെയ്യുന്നത്? ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഹർട്ട് ചെയ്യുന്നത്, ഒരാളിനെ ഹർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആ പ്ലാൻ തന്നെ കണ്ടത് മൂഡ് മാറ്റുക. ആ പ്ലാൻ ഇട്ട് ശ്വാസം മാറുകയാണ്, ഹൃദയമിടിപ്പ് മാറുകയാണ്, നമ്മുടെ എല്ലാ റിഥമെല്ലാം ചേഞ്ച് ചെയ്യുകയാണ്. ആലോചിച്ചതേ ഉള്ളൂ, അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അഹിംസയുടെ പ്രശ്നം. അകത്തോട്ട് കയറി അത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഉപദ്രവമാണെന്ന് അറിയേയില്ല. പ്ലാൻ ചെയ്ത് സാധനം കിട്ടി, ഇനി എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ച് ഞാൻ ജയിക്കുന്നു എന്ന് വിചാരിക്കുകയും തോറ്റുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം നമ്മൾക്കുണ്ട് എല്ലാം മാറി മരണത്തിലോട്ട് പെട്ടെന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ അയാളുടെ 5 ബ്രത്ത് കൂടുതൽ എടുത്ത് വിടുകയാണെങ്കിൽ അത്രയും അടുത്തായി അയാളുടെ മരണം എന്നുറപ്പാണ്. അപ്പോൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് കോൺട്രഡിക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചര്യകൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടി ഉള്ളത്. അതിനെ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ യമനിയമാദികൾ നമ്മൾ പാലിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ പോരാ, പാലിക്കണം. അത് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് മാത്രമേ അറിയാവൂ, ബാക്കിയുള്ളവർ അറിയുന്നില്ല അസത്യമാണ് പറയുന്നതെന്ന്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അസത്യം വെളിയിൽ വരുമ്പോൾ വലിയ വെപ്രാളാവുമല്ലോ. നാട്ടുകാരുടെ മുമ്പ് നമ്മുടെ ഇമേജെല്ലാം കൊളാപ്സ് ചെയ്ത് താഴെ വീഴുമല്ലോ. അപ്പോഴത്തേക്ക് വെപ്രാളപ്പെട്ട് ചില ആളുകൾ പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട് കള്ളം പിടിക്കപ്പെടുമ്പോൾ. അതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ തീവ്രമായ സ്ഥലത്തേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ഈ യമനിയമാദികളെ പോലെ ഉള്ള കാര്യങ്ങൾ, അത് ബോഡിയുടെ ശുചിത്വം ഒക്കെ അതിനകത്ത് വരും. നിയമങ്ങൾക്കത് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം, ഇത്തരം കാര്യങ്ങൾ. ഇത് ബേസാണ്. അത് രാജയോഗത്തിൻ്റെ ബേസാണ്. അത് തന്നെയാണ് ശിവരാജയോഗത്തിൻ്റെയും ബേസ്. അതിന് റിച്വലിസ്റ്റിക്കായിട്ട് വേണമെങ്കിലും രാവിലെ കൃത്യനേരത്തെ എണീക്കുക, നമ്മൾ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുക, കുളിക്കുക, പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസ് എല്ലാം ചെയ്യുക, ശൗചം ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഷഡ്ക്രിയാസ് ചെയ്യുക. ഷഡ്ക്രിയാസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. ഈ എന്താണ് ഈ ബോഡിയെ പ്യൂരിഫിക്കേറ്റ് ചെയ്യുക, ഈ മൂക്ക് എല്ലാം ക്ലൻസ് ചെയ്യുക, സൈനസ് പാസേജ് ക്ലൻസ് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞ കുറേ കർമ്മങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ചെയ്തെടുക്കുക. 6 ക്രിയകൾ.
അത് ചെയ്തിട്ട് ബോഡിയെ ശുദ്ധം ചെയ്ത് വയ്ക്കുക. അത് ഈ എല്ലാത്തിലും കോമണായി കിടക്കുക. അത് ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. നേരത്തെ അത്ര സ്പെസിഫിക്കായി പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ വന്ന ആചാര്യന്മാർ ഹഠയോഗ സാത്മാരാമൻ്റെ കാലം വന്നപ്പോഴത്തെ അദ്ദേഹം ഇത് കൃത്യമായിട്ടങ്ങ് പ്രപ്പോസ് ചെയ്തു, ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന്. അപ്പോൾ അങ്ങനെ ആ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസ് എല്ലാം റെഗുലറായി ചെയ്യുക. ആ റെഗുലർ നേച്ചർ ഓഫ് പ്രാക്ടീസിനെയാണ് ഈ ചര്യ എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റായിട്ടുള്ള ഗോളിലേക്ക് പോകുന്നതിന് തടസ്സമായി നമ്മുടെ ഈ ജീവിതത്തിൽ ഈ മുഹൂർത്തത്തിൽ വന്ന് നിൽക്കുന്ന എല്ലാത്തിനെയും നോക്കി മനസ്സിലാക്കിയിട്ട് അത് മാറ്റാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യും. ഇതാണ് എൻ്റെ പോയിൻറ്റ്. അതല്ലേ ചെയ്യാൻ, അതാണല്ലോ ഗോള്. അപ്പോൾ ആ ഗോളിലേക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യത്തിനെയും നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് ചര്യ എന്ന് പറയുന്നത്. ശരിക്കും പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ആ പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ശിവരാജയോഗത്തിൽ പറയുന്നത് ക്രിയകളാണ്. ക്രിയ ചില പ്രോഗ്രാംസ് നമ്മൾ ചെയ്യേണ്ടിയുണ്ട്. അപ്പോൾ ഈ ക്രിയ, അപ്പോൾ ബോഡിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ക്ലെൻസിങ് പ്രോഗ്രാംസ്, പ്രകൃതിയായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ള സ്ഥലത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ ക്രിയകൾ എന്ന് പറയുന്നതിനകത്തും ഈ യോഗയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് തന്നെയാണ് അതിനകത്തും കിടക്കുന്നത്. അതായത് ഇപ്പോൾ നോക്കിക്കോളൂ, ഈ പ്രാണായാമം ഒരു പ്രധാന ക്രിയയാണ്. പല തരത്തിലുള്ള പ്രാണായാമങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചും ആവശ്യമനുസരിച്ചും ബോഡിയെ പ്യൂരിഫിക്കേറ്റ് ചെയ്യുക, മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക. മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമത്തിനെ യൂസ് ചെയ്യണം. ബോഡി ക്ലെൻസ് ചെയ്യുന്നതോടൊപ്പം പ്രാണായാമം മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡിനെ ക്യാരി ചെയ്യുന്നത് പ്രാണനാണ്. പ്രാണൻ ഈസ് ദ കാരിയർ ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നു. പിന്നെ ബ്രത്ത് ഈസ് ദ കാരിയർ ഓഫ് പ്രാണ എന്നാണ് പറയുന്നത്. നമ്മുടെ ശ്വാസം പ്രാണനെ ക്യാരി ചെയ്യുന്നു, പ്രാണൻ മൈൻഡിനെ ക്യാരി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രാണനെ റീറെഗുലേറ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ ജനിച്ചതുപോലെ ശ്വസിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയറാക്കി എടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ മനസ്സിലുണ്ടാകുന്ന ഏത് ചിന്തയും പെട്ടെന്ന് ഒരു ആൾട്ടറേഷൻ പ്രാണിക് സിസ്റ്റത്തിലുണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന അത് ശ്വസന പ്രക്രിയയിൽ ഇമ്മീഡിയറ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ശ്വസന പ്രക്രിയയെ നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ ഈ പ്രാണൻ്റെ ഫ്ലോയെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. ആ പ്രാണൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ മൈൻഡിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വെച്ചിട്ട് പ്രാണായാമ ക്രിയകളെല്ലാം അക്കാര്യത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മനസ്സിൻ്റെ ഈ മനസ്സ് കമ്പോസ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് കൊണ്ടാണ്, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് ഉള്ള ഒരു ബേസിക് കോമ്പസിഷനുണ്ട്, ഐഡിയൽ കോമ്പസിഷൻ. അതിലാണ് എക്സിസ്റ്റൻസ് നിൽക്കുന്നത്. ഈ ഐഡിയൽ കോമ്പസിഷൻ തെറ്റുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ശ്വാസത്തിനകത്ത് ഇപ്പോൾ 1 മണിക്കൂർ ശ്വാസം എന്ന് വെച്ചോളൂ. ആ 1 മണിക്കൂർ ശ്വാസത്തിനകത്ത് 20 മിനിറ്റ് പൃഥ്വി അധികരിച്ച്, 16 മിനിറ്റ് ജലം, 12 മിനിറ്റ് അഗ്നി, 8 മിനിറ്റ് വായു, 4 മിനിറ്റ് ഈതർ, ആകാശം. ഇതാണ് അതിൻ്റെ കോമ്പസിഷൻ, ബേസിക് ഐഡിയൽ കോമ്പസിഷൻ. അപ്പോൾ ഈ ഐഡിയൽ കോമ്പസിഷൻ എപ്പോൾ തെറ്റുമോ ആ തെറ്റുന്ന നേരത്ത് നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ തെറ്റും. മൈൻഡ് തെറ്റിയ ഉടനെ ബോഡി അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് ബോഡിയുടെ നിലനിൽപ്പിനെ ചലഞ്ച് ചെയ്യും. അങ്ങനെ രോഗങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ റീറെഗുലേറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഹെൽത്തിനും, ശാരീരികമായ ഹെൽത്തിനും മാനസികമായ ഹെൽത്തിനും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ ഹെൽത്തിനും ഇത് പരമപ്രധാനമാണ്. അപ്പോൾ ആ റെഗുലേഷൻ നടക്കണം. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മുദ്രകൾ സഹായിക്കും. പിന്നെ നമ്മളെ ഈ ബന്ധക്രിയകൾ, ഒരുപാട് ബന്ധങ്ങൾ, ഉഡ്യാണ ബന്ധം, ജലന്ധര ബന്ധം, പിന്നെ മൂലബന്ധക്രിയ, ഇതുപോലുള്ള ബന്ധക്രിയകളൊക്കെ ഉണ്ട്. അത് അഡ്വാൻസ്ഡ് പ്രാക്ടീസുകളാണ്. പക്ഷേ പതുക്കെ ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി മാത്രമേ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞ ഒരാളിനെ നമുക്ക് ഭാഗ്യം കൊണ്ട് വന്നു ചേരും. ആ വന്നു ചേരുന്ന ആളിനെ സർവന്മന നമ്മൾ സമർപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഇത് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം ഇങ്ങനെ രഹസ്യശാസ്ത്രമായി വന്നു ഇരിക്കുന്നത്. അതിന് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാൾ ചെന്നാലേ ഇദ്ദേഹം പറഞ്ഞു തരുള്ളൂ.
ഇത് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഒരാൾ ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ, ഇയാളിത് ചെയ്യത്തില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളതുകൊണ്ട് അതങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെ ഇതെല്ലാം ഒബ്സൊലീറ്റായി പോയിക്കൊണ്ടിരിക്കുക. ആളില്ല, പറയുന്നവരങ്ങ് പോവും, പിന്നെ ആരും പറയാനുമില്ല. അപ്പം കുറച്ച് അവിടെ ഇവിടെ അറിഞ്ഞ ഒരാൾ പറയാൻ തുടങ്ങും. അങ്ങനെ ഇത് ഡിസ്റ്റോർഷൻ വരും ഈ ശാസ്ത്രത്തിനകത്ത്. അങ്ങനെയൊക്കെ വരും, അതിപ്പോൾ ലോകത്ത് ഉള്ളതാണ്. അപ്പം അങ്ങനെ ഈ പ്രാണായാമ ക്രിയകൾ ചെയ്ത് പിന്നെ ബോഡിയെ ഒന്ന് ശുദ്ധം ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യോഗസൂത്രത്തിൽ അദ്ദേഹം പറഞ്ഞ് അനുഷ്ഠിക്കേണ്ട കാര്യമായി പറഞ്ഞിരിക്കുന്നത് ആസനങ്ങളാണ്. അടുത്ത പടിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രാണായാമം വരുന്നത്. അപ്പോൾ ആസനങ്ങൾ ചെയ്ത് ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ട്രെസ്സിനെ എടുത്ത് കളയണം. സ്ട്രെസ്സ് ഫറ്റീഗിൻ്റെ രൂപത്തിലാണ് ബോഡി ഇരിക്കുന്നത്, ക്ഷീണമായിട്ടാണ്. ഈ ഹെവി സ്ട്രെസ്സിൽ നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുമ്പോൾ ക്ഷീണം വരുമല്ലോ. അതായത് ബോഡിയുടെ കെമിസ്ട്രി നോർമലായി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ക്ഷീണം ബോഡി വരുന്നത്. കഴപ്പ്, വേദന, അസ്വസ്ഥതകൾ എല്ലാം ഉണ്ടാകും ബോഡി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ യോഗ ചര്യകൾ ശീലിക്കേണ്ടതുണ്ട്. അതെല്ലാം കോമണാണ്. ശിവരാജയോഗത്തിലും രാജയോഗത്തിലും ഒരേ കാര്യമാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ബോഡിയെ പ്യൂരിഫൈ ചെയ്ത് ബോഡിയുടെ ഫാറ്റീഗ് മൊത്തത്തിൽ എടുത്ത് കളഞ്ഞ് ബോഡിയെ നല്ല പ്യൂർ ഫോമിലോട്ട് ആക്കി വയ്ക്കുക. അത് ഒരുവിധമായി വരുമ്പോഴത്തേക്കും ഫ്ലെക്സിബിലിറ്റി, കുട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി ശരീരത്തിന് വരും. ജനിച്ചപ്പോൾ ഉള്ള ഫ്ലെക്സിബിലിറ്റി അത് വന്നു കഴിയുമ്പോൾ പ്രാണായാമ ക്രിയയിലേക്ക് ഇറങ്ങാം. അപ്പോൾ പ്രാണായാമം എന്ന് പറയുന്നത് കുറേ മാത്രം പ്രോഗ്രാമുകളാണ്. ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. അതിൽ വളരെ കോമണായി ചെയ്യുന്ന കുറേ പ്രാണായാമങ്ങൾ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപദേശം മുഖാന്തരം കിട്ടേണ്ട കാര്യമാണ്. എങ്കിലും ജനറലായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നോസ്ട്രലിലൂടെ ശ്വാസം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇടത്തെ നോസ്ട്രലായിരിക്കും കൂടുതൽ ആക്റ്റീവായിരിക്കും, ചിലപ്പോൾ വലത്തെ നോസ്ട്രലായിരിക്കും കൂടുതൽ ആക്റ്റീവായിരിക്കും. ഇടത്തെ നോസ്ട്രൽ ഓണായിരിക്കുമ്പോൾ വലത്തെ ബ്രെയിൻ ആക്റ്റീവായിരിക്കും, വലത്തെ നോസ്ട്രൽ ഓണായിരിക്കുമ്പോൾ ഇടത്തെ ബ്രെയിൻ ആക്റ്റീവായിരിക്കും. അപ്പോൾ ഇടത്തെ നോസ്ട്രൽ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് എമോഷണലായിരിക്കും നമ്മൾ, റൈറ്റ് ബ്രെയിൻ. വലത്തെ നോസ്ട്രൽ ഓണായിരിക്കുമ്പോൾ നമ്മൾ റാഷണലായിരിക്കും, ലെഫ്റ്റ് ബ്രെയിൻ. അപ്പോൾ ഈ റാഷണൽ എമോഷൻ ബാലൻസ് എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് ലിവിങ്ങിൻ്റെ ബേസ് എന്ന് പറയും. ഈ ബാലൻസ് തെറ്റിയാൽ നമ്മൾ എവിടെയെങ്കിലും പോയി നിൽക്കും. അപ്പോൾ ഈ നമ്മുടെ പിടിയില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കും. അതുകൊണ്ട് ഈ ബാലൻസിങ് പ്രാണായാമം തുടങ്ങിയ ഈ നാഡിശുദ്ധി ക്രിയകൾ ചെയ്യുക. പിന്നെ അതിനോടൊപ്പം ഈ അനുലോം വിലോം പ്രാണായാമം എന്ന് പറയും, അതിനോടൊപ്പം റിറ്റൻഷൻസ് ചെയ്യുക. അകത്ത് ശ്വാസത്തിനെടുത്ത് അകത്ത് നിർത്തുക, പുറത്ത് ശ്വാസം വിട്ട് കഴിഞ്ഞിട്ട് പുറത്ത് നിർത്തുക. അത് പടിപടിയായിട്ടാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് ഒരുവിധം നല്ലവണ്ണം നമുക്ക് മാസ്റ്ററി അതിനകത്ത് കൈവന്നു കഴിഞ്ഞ് ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. ഇപ്പോൾ ചന്ദ്രഭേദനി പ്രാണായാമ, സൂര്യഭേദനി, ഇതെല്ലാം ഇതിനകത്തുള്ള എല്ലാ പ്രാണായാമങ്ങളും ഇങ്ങനെ ചെയ്യുക. പിന്നെ അപ്പോൾ ആ പ്രാണായാമങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് സബ്റ്റിലായി വർക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഡികൾ അലേർട്ടായി വരും. ഈ ഒരുപാട് നാഡികൾ ശരീരത്തിലുണ്ട്. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ സുഷുമ്ന നാഡി എന്ന് പറയുന്ന നാഡി, നമ്മുടെ ചാനൽ ഓഫ് അവയർനെസ് എന്നാണ് പറയുന്നത്. അവയർനെസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ സമമായിട്ടുള്ള ഫ്ലോ, ഇമോഷണൽ ആൻഡ് റാഷണൽ ബാലൻസ് കറക്റ്റായിരുന്നാലേ ഈ പറയുന്ന സുഷുമ്ന പ്രോപ്പറായി വർക്ക് ചെയ്യുള്ളൂ. അവയർനെസ് കറക്റ്റായിരിക്കുള്ളൂ എന്ന് ചുരുക്കാം. ആ അവയർനെസ് എന്താണ് കറക്റ്റായിരിക്കുക, അത് എന്തിലാണോ എത്താനുള്ളത് അതിൽ നിൽക്കണം. അതല്ല മറ്റു കാര്യങ്ങൾ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സൂക്ഷ്മമായി എന്തിലാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്താൻ, പ്രകൃതി നമ്മുടെ ഉൽപ്പത്തിയിൽ നിശ്ചയിച്ചിരിക്കുന്ന കാര്യം, അതിലേക്ക് നിൽക്കുമ്പോൾ സുഷുമ്ന ഓപ്പണായിരിക്കുകയും അത് സമമായി ബ്രീത്ത് ചെയ്യുകയും രണ്ട് നോസ്ട്രലും ഒരുപോലെ തുറന്നിരിക്കുകയും ചെയ്യും. അങ്ങനെ തുറന്നിരിക്കാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് അത് തുറന്നിരിക്കാൻ വേണ്ടി ഈ നാഡിശുദ്ധി ക്രിയ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സുഷുമ്ന ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഫ്ലോ അങ്ങനെ ചാനൽ ഓഫ് അവയർനെസ്സിലൂടെ നടക്കുമ്പോൾ ക്ലീനായിരിക്കും മൈൻഡ് ക്ലീൻ ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോട്ടും എല്ലാം ക്ലീനായി വരും. എന്താണ് ക്ലീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ഷൻ തെറ്റാതെ നിൽക്കും. മറ്റേ ഇൻട്രസ്റ്റുകൾ, പുതിയ ഇൻട്രസ്റ്റുകൾ വരും, ആ ഇൻട്രസ്റ്റിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. അതിനു വേണ്ടി നമ്മുടെ മെയിൻ ചാനൽസായി ഇടയും പിങ്ങളയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇട എന്ന് പറഞ്ഞാൽ മെൻ്റൽ ചാനലും പിങ്ങള എന്ന് പറയുന്ന വൈറ്റൽ ചാനലുമാണ്. അത് അപ്പം മറ്റേത് വൈറ്റൽ ചാനലിൽ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ടിവിറ്റിയിലോട്ട് ഇറങ്ങും. ഇടത്തെ ചാനൽ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇപ്പുറത്തോട്ട് മറിയും, പിങ്കളയിലേക്ക് മറിയും,
നിങ്ങൾ നമ്മളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് എല്ലാം മൈൻഡിന് കൊടുക്കും. മൈൻഡ് അതെല്ലാം കൊടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഫർദർ ഇൻസ്പിറേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്പിറേഷനെ പിന്നെ ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്ന് തോന്നിക്കുമ്പോൾ ഇത് തിരിച്ച് വലത്തെ മൂക്കിലോട്ട് മാറിക്കൊടുക്കും. അപ്പോൾ എനർജി സപ്ലൈ കിട്ടും. അപ്പോൾ അതങ്ങ് ആക്ടിവേറ്റ് ചെയ്യും. ആ കിട്ടുന്ന ഇൻഫർമേഷനെ എടുത്തിട്ട് മെമ്മറിയിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിൽ നിന്ന് അസസ് ചെയ്ത് നോളജ് ഉണ്ടാക്കിയെന്ന് നമ്മൾ വിചാരിക്കും. ഈ നോളജ് ഒരു കാര്യമില്ലാത്തൊരു നോളജാണ്. ജീവിക്കാൻ പറ്റും. ജീവിക്കുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതല്ല, പർപ്പസ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പർപ്പസ് മറന്നു പോകാതെ ചാനൽ പരിപൂർണമായി ഈസി ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് സുഷുമ്ന ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ ഉണ്ട്. അതെല്ലാം ഇതിൻ്റെ പാർട്ടാണ്. അപ്പോൾ അത് ഞാൻ ജനറലായിട്ട് അങ്ങ് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ജനറലായിട്ട് പറഞ്ഞു പോവുക. അപ്പോൾ ആ സുഷുമ്നയുടെ ക്ലാരിറ്റി വരികയാണ്. അപ്പോൾ ആ സുഷുമ്നയ്ക്കകത്ത് സുഷുമ്ന ഇപ്പം തിരുമന്ദിരത്തിനകത്ത് ചക്രത്വങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടത്. അപ്പോൾ ഈ നമ്മുടെ ഈ ശിവരാജ യോഗത്തിൻ്റെ ഡീപ്പർ തലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ചക്രത്തിലേക്കൊക്കെ ഇറങ്ങി വരും. അപ്പോൾ എങ്ങനെയാണ് സുഷുമ്നയിലാണ് ഉള്ള അവയർനെസ് സെൻറ്റേഴ്സിനെയാണ് നമ്മൾ ഈ ചക്രാസ് എന്ന് പറയുന്നത്, ചക്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മൂലാധാര ചക്രം അതിൻ്റെ അവയർനെസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോന്ന് എനിക്കറിയില്ല. മൂലാധാര ചക്രത്തിൻ്റെ അവയർനെസ് നിൽക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടറിലാണ്. ബേസിക്കാണ്. ആഹാരമില്ലാതെ നിൽക്കാൻ ഒക്കില്ല, സെക്യൂരിറ്റി ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല, ഷെൽട്ടർ ഇല്ലാതെ പെട്ടുപോകുന്നുള്ള വെപ്രാളവും വരും. അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് ഒരുപാട് പണി ചെയ്തുകൊണ്ടിരിക്കും. ആ പണി ചെയ്യുന്നതിനകത്ത് നമ്മൾ ശരിക്കും സൊസൈറ്റിയെ മറന്ന് നമ്മളുടെ ധാർമ്മികമായ പ്രിൻസിപ്പിളുകളെ മറന്ന് പ്രവർത്തിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റും പേറി നമ്മൾ പിന്നെ ആ കോൺഫ്ലിക്റ്റ് ഇല്ലയെന്ന് പ്രിട്ടൻഡ് ചെയ്യും. കുറച്ചുകൂടെ നല്ല അവസ്ഥയായി. ഇങ്ങനെ കോംപ്ലക്സിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ഒരു പാക്കായിട്ട് ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാവും. ഇതേപോലെ തന്നെ ഈ ചാനൽ ഓഫ് അവയർനെസ്സിൽ അടുത്ത സ്റ്റേജിൽ വരുന്ന സ്വാധിഷ്ഠാനമാണ്. അവിടെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സെക്സ്, ഫാമിലി, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഫീലിങ്സ്, പ്രൗഡ് അബൌട്ട് ഓൺ സെൽഫ്, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരും. അപ്പോൾ അവിടെയൊക്കെ വന്ന് നിന്നിട്ട് അവിടെയൊക്കെ ഒരുപാട് രീതിയിലുള്ള ഗിമിക്സുകളും ഫോൾ പ്ലേയും നടത്തുന്ന ഒരു സിസ്റ്റമാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടേതും കുഴപ്പമില്ല, മൈൻഡ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനെ പക്ഷേ പ്യൂരിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. അല്ല ഈ ഫോൾ പ്ലേയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ഡെഫിനറ്റായിട്ടും ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ വഞ്ചിച്ചിട്ട്, കള്ളമൊക്കെ പറഞ്ഞ് വഞ്ചിച്ചിട്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം തിരിച്ചു വരും. നാട്ടുകാർ മുഴുവൻ പറയും ഇവനാണ് വഞ്ചകൻ. അപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടപ്പം വരും. ഇമേജ് ആയിട്ട് ബന്ധപ്പെട്ടാൽ നിൽക്കുന്നു, ഇമേജ് കയറി പിടിക്കുമ്പോൾ നമ്മൾ ഇമേജുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കുന്നതുകൊണ്ട് ഇമേജ് കൊളാപ്സ് ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുന്നതിന് തുല്യമാകും. അപ്പോൾ പോയി മരിച്ചോളാമെന്ന് വിചാരിക്കും. സെക്കൻഡ് ചക്രയിലുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ മണിപ്പൂര ചക്ര എന്ന്, ഇതെല്ലാം ഇതിനകത്ത് ഈ നമ്മുടെ ഈ ശിവ രാജയോഗത്തിൽ ഇതെല്ലാം കടന്നാണ് നമ്മൾ പോണത്. പക്ഷേ അതത്ര വ്യക്തമായി പറയില്ല എന്ന് മാത്രം. സംഭവം ഇതാണ് അതിൻ്റെ വർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ക്ലീനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് ചെയ്തേ പറ്റൂ. നോക്കി മനസ്സിലാക്കി ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഗോള് ഉറപ്പിച്ചിട്ടുണ്ട്. ഗോളില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഗോൾ ഉറപ്പിച്ചും പോയി എന്നിട്ട് നടത്താനും പറ്റില്ല എന്ന് പറയുന്നത് ധർമ്മസങ്കടത്തിൽ വരരുത്. ചെയ്ത് തന്നെ പോകാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മണിപ്പൂർ ചക്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻ്റലക്റ്റാണ് അവിടെ കിടന്ന് വർക്ക് ചെയ്യുന്നത്. ഇത് ശരി തെറ്റുകളൊക്കെ നോക്കിയിട്ട് സമൂഹം പറഞ്ഞിരിക്കുന്ന ശരി നമ്മുടെ ശരിയുമായിട്ട് യോജിച്ച് പോകാതെ വരുമ്പോൾ വരുന്ന ഇന്നർ കോൺഫ്ലിക്റ്റുകളുണ്ട്. നമുക്കിത് ശരിയെന്ന് തോന്നിക്കുന്നു, സമൂഹം പറയുന്നത് തെറ്റ്. എന്നാൽ അർജി കിടക്കുകയാണ് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ കോൺസെപ്റ്റുമായിട്ട് ബേസ് ചെയ്താൽ കിടക്കും. നമ്മളൊരു നോളജൊക്കെ ഉണ്ടാക്കി ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയാണ് നമുക്കുണ്ടാകുന്ന ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നോളജായി ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് ലോകത്തിന് മുഴുവൻ അങ്ങനെയാണെന്ന് ഇയാൾ ധരിക്കുക. ഇതാണ് കോൺസെപ്റ്റ്. എനിക്കിത് ശരിയായതുകൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ ആണെന്ന് അങ്ങ് ധരിച്ചിട്ട് അത് പറയാൻ നടക്കും. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ആരെങ്കിലും വന്ന് പറയും അങ്ങനെ അല്ല എന്ന് പറയും. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ എല്ലാം പോയി. ഇയാൾ അതുവരെ ഉണ്ടാക്കിയെടുത്ത ലോകം മുഴുവൻ പൊളിഞ്ഞ് വീഴുക. അപ്പോൾ ഭയങ്കര ഐസൊലേഷനിൽ പോകാൻ തോന്നിക്കും. ഇൻ്റലക്ച്വലായിട്ട് ഐസൊലേറ്റ്, ഇവരുടെ കൂടെ ഇനി മിണ്ടിയിട്ടേ കാര്യമില്ല, ഇവരെല്ലാം നശിച്ച ജന്തുക്കളാണ് എന്ന് തോന്നിക്കും. ഇങ്ങനെ അത്രയും പവർഫുള്ളായിട്ടൊരു സ്ഥലമാണ് മണിപ്പൂരമാണ്. അത് സിറ്റി ഓഫ് ജമ്മാണ് നമ്മൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ കോൺസെപ്റ്റുകളും ഐഡിയാസൊക്കെ നമുക്ക്. പക്ഷേ ഇത് കുഴപ്പമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിനെ നോക്കി മനസ്സിലാക്കി ഇതിനെ കളഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതുകൊണ്ട് പോകാനൊക്കില്ല. ഇതുകൊണ്ട് കയറാവുന്ന ഇടമല്ല അടുത്ത സെൻറ്റർ.
ഇതാണ് ഭാണ്ഡം. ഈ ഭാണ്ഡത്തിനെ ഇട്ടാലേ അങ്ങോട്ട് കയറാൻ പറ്റും. അവിടെ ചെറിയ ഇടുങ്ങിയ വഴിയാണെന്ന് വെച്ചോളൂ. ഈ ഭാണ്ഡം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇത് കളയണം. അപ്പോൾ ഇത് കളയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഏൺ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഐഡിയകൾ, ബിലീഫുകൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. അതിനെ നോക്കിയെടുത്ത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പലതും കാണില്ല, സെലക്റ്റീവായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ അതിനെ അവിടെ വർക്ക് ചെയ്താലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, നമ്മൾ ബ്രത്തിനെ, പ്രാണനെ കൊണ്ടുവന്ന് ആ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ആ സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുക. പ്രാക്ടീസുകൾ അങ്ങനെ ആ സെൻറ്ററിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൽ കിടക്കുന്ന മെമ്മറി സ്റ്റിമുലൻ്റ് ആവും. അത് ഹലൂസിനേറ്റ് ചെയ്ത് മെമ്മറി സർഫസ് ചെയ്യും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സപ്പോർട്ടോട് കൂടി ഇരിക്കുന്നതുകൊണ്ട് വെപ്രാളമൊന്നും വരാതിരുന്ന് കാണും, ഇതൊക്കെയാണ് അവിടെ കിടക്കുന്ന കാര്യങ്ങളെന്ന് അറിയും. അത് മുഴുവൻ കണ്ട് മനസ്സിലാക്കി വിറ്റ്നസിൻ്റെ ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് അത് നമ്മളെ കയറി പിടിക്കത്തില്ല. അങ്ങനെ നിന്ന് അതങ്ങ് മനസ്സിലാവും. മനസ്സിലാകുമ്പോൾ ഡ്രോപ്പ് ആകാൻ എളുപ്പമാണ്. മനസ്സിലായില്ലെങ്കിൽ അതവിടെ കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രിയകൾ വരുന്നത്. ഞാൻ ക്രിയയുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ക്രിയകൾ ഇങ്ങനെ നമ്മുടെ ഓരോ സെൻറ്ററിനെയും നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ക്രിയകളുണ്ട്. ആ ക്രിയകളെല്ലാം നിരന്തരമായി എല്ലാ ദിവസവും ഒരു ചര്യയായി എടുത്ത് ആ ക്രിയകൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രാണൻ്റെ ഫ്ലോ അവിടെ ഇവിടെ തടസ്സപ്പെട്ട് നിൽക്കാതെ ക്ലീനായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ മൈൻഡിൻ്റെ തലത്തിൽ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് വരുന്ന സമയത്താണ് നമുക്കതിൻ്റെ അടുത്ത പടിയായിട്ട് ഇറങ്ങാം. അത് യോഗമാണ്. ചര്യ, ക്രിയം, യോഗം എന്നാണ്. ക്രിയ, യോഗം. അപ്പോൾ യോഗത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾസ് എല്ലാം കിടപ്പുണ്ട്. യോഗം എന്ന് പറയുന്നത് അറിയാമല്ലോ, അതിൻ്റെ ബേസ് യുജ് എന്ന് പറഞ്ഞ ധാതു നിന്നാണ് ഉണ്ടാകുന്ന യൂണിയനാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് ആ ടെൻഡൻസി ഉണ്ട് അതുമായിട്ട് യുണൈറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് വേണം എന്നുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ഈഗോ. അതല്ല ഇവിടെ ആവശ്യം. ആ അൾട്ടിമേറ്റായി ഒന്നുമില്ലാതിരിക്കുന്ന മഹാശൂന്യതയാണ് ഞാൻ എന്ന് തിരിച്ചറിയുകയാണ് എൻ്റെ പർപ്പസ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടു. ഇതൊന്നും അല്ല പർപ്പസ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കടക്കാൻ പറ്റും അതിൻ്റെ അടുത്ത വഴിയിലേക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ പ്രാക്ടീസുകളുണ്ടല്ലോ, ഈ മൂലബന്ധം, ഉഡ്യാണബന്ധം, അശ്വിനി മുദ്ര, ഉഡ്യാണബന്ധം, ജലന്ധര ബന്ധം എന്നൊക്കെ പറയാം. ആ കറക്റ്റ് ഓരോ സെൻറ്ററിലും നമ്മൾ ലോക്ക് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനകത്ത് എന്ത് കണ്ടൻറ്റ് കിടക്കുന്നുള്ള സർഫസ് ചെയ്ത് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് ഒന്നുമില്ല എന്ന് തെളിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ അനാഹത ചക്രത്തിലേക്ക് വരുമ്പോൾ ലവ് ആൻഡ് കമ്പാഷൻ്റെ സീറ്റാണ്. അവിടെ ഈ പാഠം കൊണ്ട് കയറാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതാ. ഈ വിഴുപ്പ് കെട്ടെടുത്തുകൊണ്ട് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. കാരണം അവിടെ സ്നേഹത്തിൻ്റെ തലമാണ്. അപ്പോൾ ആ തലത്തിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഭാണ്ഡം എല്ലാം താഴെ ഇട്ടിട്ട് പതുക്കെ അങ്ങോട്ട് കയറാം. അപ്പോൾ അവിടെ നമുക്ക് കുറേ ഇമോഷണൽ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇമോഷൻ്റെ പോസിറ്റീവും നെഗറ്റീവും സൈഡ്സ് അവിടെ ഉണ്ടാവും. ദുഃഖമൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ സുഖം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും, കാരുണ്യം ഉണ്ടാകും, അനുകമ്പ ഉണ്ടാകും, ദീനതയാന്നൊക്കെ പറയില്ല, അതെല്ലാം ഉണ്ടാവും. അങ്ങനെ കുറേ കൂടെ വിശാലമായൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൻ്റെ റൂട്ടിൽ എന്താ കിടക്കണമെന്ന് അറിയണം. അപ്പോൾ അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ക്രിയകളുണ്ട്, നമ്മൾ ഈ ജലന്ധര ബന്ധം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സെൻറ്ററും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനകത്തെ കണ്ടൻറ്റിനെ പരിപൂർണമായിട്ട് നോക്കി മനസ്സിലാക്കി മാസ്റ്ററി ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ നമുക്ക് മാസ്റ്ററി വരുമ്പോൾ അത് നമ്മളെ ഭരിക്കുന്ന പരിപാടി നിർത്തും. അപ്പോൾ അത് നമ്മുടെ മുകളിൽ കൺട്രോൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് പറയുന്നതിനനുസരിച്ച് നമ്മളൊന്നും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോകുന്നതിനാണ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. സത്യമായ ഒരു വസ്തു നിലനിൽക്കുകയും, നമ്മൾ വസ്തു എന്ന് പറയാനോ ഒക്കില്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ സത്യം നിലനിൽക്കുകയും അസത്യമായ കാര്യങ്ങളിൽ സത്യമാണെന്ന് കൽപ്പിക്കുകയും അത് നടത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. ഈ അജ്ഞാനതിമിരത്തിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ആ റൂട്ട് മറക്കാതെ ആണ് ഈ ക്രിയകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിൻ്റെ തലത്തിലാണ് ക്രിയയെ കൊണ്ടുവച്ചിരിക്കുന്നത്. ക്രിയയെ കൊണ്ട് വെച്ചു. അത് അങ്ങനെ ക്രിയയുടെ ഭാഗത്താണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. പിന്നെ അടുത്ത വിശുദ്ധ ചക്രത്തിലേക്ക് കടന്നു. അവിടെയും നമുക്ക് ഈ പറയുന്ന ബന്ധക്രിയകളൊക്കെ അതിൽ ഈ ജലന്ധര ബന്ധത്തിൽ ആ സെൻറ്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഹയർ തലത്തിലേക്ക് പോകാനുള്ള വഴികൾ തുറന്ന് വയ്ക്കുക. കുറച്ച് ടെക്നിക്കലാണ്, അത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ കമ്മിറ്റ് ചെയ്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട്
പിന്നെ ഹയർ തലത്തിലേക്ക് ഓപ്പൺ ആവുക. അപ്പോൾ ഇതിനെല്ലാം പ്രോഗ്രാംസ് ഫിക്സ്ഡാണ്. അപ്പോൾ അതൊരു വലിയ കാരുണ്യത്തിൻ്റെ വഴിയാണ്. കാരണം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചും ചിന്തിച്ചും ഒരു ആദേശം പോലെയോ ഏതോ ഒരു അനുഗ്രഹം പോലെയോ കിട്ടിയ ദിവ്യമായ ചില അറിവുകളെ എല്ലാം കൂടെ കോഡിഫൈ ചെയ്ത് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിളാക്കി നമുക്ക് തന്നിരിക്കുക. എല്ലാവർക്കും തന്നിരിക്കുക. അതിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കാതെ അതങ്ങ് അന്യം നിന്ന് പോവുക. അതൊരു വലിയ ദുഃഖം പോലത്തെ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും നന്മ ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഈ നന്മയുടെ റൂട്ടുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബേസുകളെല്ലാം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വേറെ കുറച്ച് ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. അത് കറക്റ്റാണെങ്കിൽ കറക്റ്റാണ്, അത് കറക്റ്റ് അല്ലാതെ ആണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ക്രിയയുടെ ആ ഡീപ്പർ തലങ്ങളിലേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ടാണ് യോഗം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ യോഗത്തിനകത്ത് നമ്മൾ നോക്കി വരുമ്പോഴാണ് ഇതെല്ലാം ക്ലിയറാവും. ആ യോഗിക് പ്രിൻസിപ്പിൾസ് എല്ലാം നടത്തേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയ കഴിഞ്ഞാൽ യോഗമാണ്. അപ്പോൾ യോഗം എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ നേരത്തെ കണ്ടു. അത് യുജ് എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ്, അതായത് യൂണിയനാണ് ഉദ്ദേശം. അപ്പോൾ ആദ്യം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ ഉണ്ടായ ഒരു തരംഗമുണ്ടല്ലോ, ആ തരംഗത്തിന് പ്രേരണയായ എന്തോ ഒരു കാര്യം, പ്രേരണ എന്ന് തന്നെ വയ്ക്കാം. അതാണ് ഈ അവയർനെസ്സാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് സെറ്റിൽ ചെയ്യുന്ന നേരത്ത് ഈ അവയർനെസ് ബോധം തന്നെയാണെന്ന് അതിന് തിരിച്ചങ്ങറിയും. അപ്പോൾ അവയർനെസ് ഇപ്പോൾ ബോധമായിട്ടിരിക്കുന്നു. അപ്പോൾ അവയർനെസ് ഇല്ല അവിടെ. ഈ ഡിസൊല്യൂഷനെയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. ഒരു ഫൈനൽ ഡിസൊല്യൂഷനാണ്. അപ്പോൾ അത് നമ്മൾ കാരണം ഇതിൻ്റെ ബീജങ്ങളെല്ലാം ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ റൂട്ടുകളും അവിടെയൊക്കെ ആക്റ്റീവാണ്. അതിനെയാണ് നമ്മൾ ചക്രയുടെ പല ഫങ്ഷൻസായി കണ്ടത്. അപ്പോൾ ആ റൂട്ടിനെ മൊത്തത്തിൽ നമുക്ക് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കാൻ കുറേ കാലം എടുക്കും. പെട്ടെന്ന് ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ അത് താനേ റിവീൽ ചെയ്യുന്ന പോലെ എല്ലാം വരികയും ചെയ്യും. നമ്മൾ ആ ഒരു ക്ലീൻ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ ആവും മൈൻഡ്. അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. കുറച്ചേ കാണുള്ളൂ പിന്നെ ബാക്കി. അപ്പോൾ അതെല്ലാം റിവീൽ ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ടു. അത് പഴയ പാസ്റ്റിൻ്റെ ഒരു റിട്ടൻഷനാണ്, മെമ്മറി കിടക്കുന്ന സാധനമാണ്. അതല്ലാതെ ഇപ്പോൾ പ്രസൻറ്റിലുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് പിന്നെ അതിൻ്റെ ഫങ്ഷൻ ചെയ്യാനില്ല. അങ്ങനെയാണ് ഈ കർമ്മത്തിൻ്റെ റൂട്ട് അങ്ങ് അറ്റുപോകും. കർമ്മം ഇങ്ങനെ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്യല്ലേ, ചെയ് എന്ന് പറയല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇത് തെളിച്ച് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് ഇത് സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ കിടക്കുന്ന കർമ്മത്തിൻ്റെ ബണ്ടിൽ എന്താണെന്ന് നമ്മൾ കാണുക. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലായല്ലോ ഇതാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞുണ്ടോ എന്ന് പിന്നെ നോക്കുക. അറിഞ്ഞുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ആ നോക്കി ഇരിക്കുന്നതുകൊണ്ട് കുറഞ്ഞു വരികയാണ്. കാര്യമില്ല എന്ന് മനസ്സിലാവുക. ആ കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ അത് ഡ്രോപ്ഡായിപ്പോവും. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പിന്നെ അവയർനെസ് പ്ലെയിനായിട്ടിരിക്കുക, ഒന്നുമില്ലാതെ ഇമ്പ്രഷൻ ഇല്ലാതെ അവയർനെസ്സായി നിൽക്കുക, പണ്ട് നിന്നതുപോലെ. അപ്പോൾ അതെന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് തന്നെയാണ് എന്ന് തിരിയും. ഈ കോൺഷ്യസ് തന്നെയാണ് എന്ന അവയർനെസ് ബോധ്യപ്പെടുന്ന ഇതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് യൂണിയൻ. ആ കോൺഷ്യസ്നെസ്സായി ഡിസോൾവ് ചെയ്യുകയാണിത്. ഇതില്ല പിന്നെ. അതിനാണ് മഹാബോധം എന്ന് നമ്മൾ പറയുന്നത്. ബ്രഹ്മമെന്നോ മഹാബോധമെന്നോ ശിവനെന്നോ ഒക്കെ പല സിസ്റ്റങ്ങൾ, പല പേരുകൾ പറയുന്ന ഈ സത്യം. അപ്പം അതാണ് യോഗത്തിൻ്റെ ബേസ്. അപ്പോൾ ആ ബേസ് വെച്ചുകൊണ്ട് പടിപടിയായിട്ട് സ്റ്റെപ്സ് ഉണ്ട്, എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ ഹഠയോഗത്തിലാണെങ്കിൽ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസ് എല്ലാം ചെയ്യേണ്ടി വരും. നമ്മൾ നേതി, ധൗതി, ബസ്തി, കപാലഭാതി, ത്രാടക എന്ന് പറയുന്ന 6 ഷഡ്ക്രിയാസാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ എല്ലാ സിസ്റ്റവും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശിവരാജയോഗികളും അത് ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ലേറ്റർ എഡീഷനാണ് എങ്കിലും അതും ഈ സിസ്റ്റത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായി എടുത്തിട്ട് അതിനങ്ങനെ ശരീരത്തിൽ പകർത്തുക, നമ്മുടെ പ്രവർത്തനത്തിലേക്ക് അതെടുക്കുക, ക്രിയകളിലൊക്കെ ഉൾപ്പെടുത്തി പോവുക. അപ്പോൾ അങ്ങനെ യോഗത്തിൽ ഈ നേരത്തെ പറഞ്ഞ ശരീരവും പ്രാണനും ഒക്കെ ഒരുവിധം കണ്ടീഷനിലായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗോളും ക്ലിയറായി നിൽക്കും. ഡിസ്റ്റാർഷൻസ് ഇല്ലാതെ ഗോൾ ക്ലിയറായി നിൽക്കും. ഈ ഗോൾ ക്ലിയർ ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ, വേറെ എവിടെയും പോകണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകാനായിട്ട് എങ്ങനെയാണ് 1 പോയിൻ്റഡ്നെസ് പിന്നെ അവിടെ നിന്ന് മാറിപ്പോരുന്നു.
ഈ ഗോളൊക്കെ ക്ലിയറായി, പക്ഷേ വീണ്ടും ചാടിയപ്പോൾ അവിടെ കൊള്ളാമെന്ന് തോന്നിച്ചിട്ട് ഈ ഗോള് വിട്ടിട്ട് വീണ്ടും അവിടെ നിൽക്കും. ഈ റിട്രോഗ്രഷൻ എന്ന് പറയും പോലെ നമ്മൾ എവിടെയോ എത്തി, അവിടെ നിന്ന് ചാടി മറ്റേ പഴയ സ്ഥലത്തെ ആസനങ്ങൾ കുറച്ചവിടെ കിടക്കുന്നത് കൊണ്ട് അതിലേക്ക് പോയി വീണ്ടും അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഫോളൻ ഏഞ്ചൽസ് എന്നൊക്കെ പറയും പോലെ അപ്പോൾ അതിലോട്ട് മാറി നിൽക്കും. അപ്പോൾ അവിടെ നിന്നാൽ പിന്നെ അത് നോക്കി മനസ്സിലാക്കി ഒന്നുകൂടെ അത് ക്ലിയർ ചെയ്താൽ പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ ഗുരുവിൻ്റെ കടാക്ഷം ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ആ ഫോളൻ ഒരു സ്റ്റേറ്റിലേക്ക് ഇറങ്ങി വരാൻ സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം നേരത്തെ കാണും. അത് അറിഞ്ഞിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോണ പോക്ക് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമ്പോൾ അത് അവിടെ നില്ലെന്ന് പറയാൻ ഒരാളുണ്ട്. മറ്റേത് നമ്മൾ ബോധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു, സ്വപ്നാടനം പോലെ. അപ്പോൾ അവിടെ നിന്ന് പിടിച്ചുണർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് വിടുക മുമ്പോട്ട്. അപ്പോൾ അങ്ങനെ യോഗത്തിൽ നമ്മൾ ഇറങ്ങുമ്പം മനസ്സ് ഈ കോൺസെൻട്രേറ്റഡായി നിൽക്കണമല്ലോ ഒരു വസ്തുവിൽ. അപ്പോൾ ഇവിടെ സത്യം എന്ന് പറയുന്നതാണ് നമ്മുടെ വസ്തു. ഈ വഴിയിൽ സഞ്ചരിക്കുന്നവൻ അതാണ് ഗോൾ. ആ ഗോൾ വിട്ടുപോകാതെ നിൽക്കണം. അതിൽ കയറി നിൽക്കാൻ അത് ശൂന്യമായ ഒരു കാര്യമായതുകൊണ്ട് അവിടെ കയറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരം എവിടെയെങ്കിലും മനസ്സിനെ ഉറപ്പിക്കണമല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ടൂൾ വേണം. അതിനുള്ള ഫോംസ് എല്ലാം ഉണ്ട്, ഡിസൈൻഡാണ്. ദേവതാസങ്കല്പങ്ങളായിട്ട് ഇഷ്ടംപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഉള്ള സങ്കല്പങ്ങൾ ചൂസ് ചെയ്ത് അതിൽ തന്നെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഗണപതിയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പ്രത്യേക രൂപമല്ലേ. അപ്പോൾ ആ രൂപം അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരിക്കൽ കണ്ടാൽ പിന്നെ മറക്കില്ല. അങ്ങനെ ദേവതകളുടെ എല്ലാ രൂപങ്ങൾക്കും ആ ഒരു പ്രത്യേകതയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞിട്ട് അതിൻ്റെ വന്ദന ശ്ലോകങ്ങളും അതിൻ്റെ ധ്യാന ശ്ലോകങ്ങളും എല്ലാം ചെയ്തിട്ട് അതിൻ്റെ ബീജമന്ത്രവും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ ട്രെയിൻ ചെയ്യുക. എല്ലാ യോഗിക് പദ്ധതികളിലും സെയിം തന്നെയാണിത്. അപ്പോൾ എന്താണ് നമ്മൾ എടുക്കുന്നോ അത് പതഞ്ജലി യോഗസൂത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ആകാശത്തിരിക്കുന്ന നക്ഷത്രങ്ങളെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിനെടുക്കാം, ശ്വാസത്തിനെടുക്കാം, ഹാർട്ട് ബീറ്റിനെടുക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്ന എന്തും എടുത്ത് ധ്യാനവസ്തുവാക്കി മുന്നോട്ട് പോകാം. ഓൾറെഡി ഡിസൈൻഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, അതും എടുക്കാം. അപ്പോൾ അങ്ങനെ ഏതാണോ ഗുരു ഉപദേശം അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളത് അനുസരിച്ച് കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം തരുന്ന മന്ത്രമാണെങ്കിൽ മന്ത്രം, രൂപമാണെങ്കിൽ രൂപം, രൂപം കൂടെ സങ്കല്പിച്ചെടുക്കുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ആ യൂണിറ്റ് അതെടുത്തിട്ട് മനസ്സിനെ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇത് പ്രത്യേക രീതിയിൽ ഫോക്കസിനെ ഉറപ്പിക്കാൻ പറ്റുന്ന രൂപങ്ങൾ ആയതുകൊണ്ട് അതിനോടുള്ള ഭക്തിയും ബഹുമാനവും ഒക്കെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അത് അവിടെ നിന്ന് അവിടെ തന്നെ അങ്ങ് നിൽക്കുക, മാറിപ്പോകത്തില്ല. അല്ലെങ്കിൽ ശ്വാസം എടുത്താൽ നമ്മൾ അതിലല്ലേ നിലനിൽക്കുന്ന, ശ്വാസത്തിൽ നിൽക്കാം, എന്തിലും നിൽക്കാം. പക്ഷേ ഈ എടുക്കുന്ന വസ്തു ടൂളായിട്ട് നമ്മൾ എടുക്കുമല്ലോ, കോൺസെൻട്രേഷന് വേണ്ടി ടൂളായിട്ട് എടുക്കുന്ന കാര്യം ഫർദർ തോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആവരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ മൈൻഡ് അതിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ദ മൈൻഡ് ടു ദ പോയിൻ്റ് ഓഫ് അറ്റൻഷൻ കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ദീർഘനേരം നിരന്തരമായി നമുക്ക് ഹിൻഡ്രൻസ് ഒന്നുമില്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവിൽ, ആ വസ്തുവിൻ്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു ഇന്നതായിരിക്കണം, വസ്തുവിൽ മനസ്സ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നതിനെ കോൺസെൻട്രേഷൻ എന്ന് പറയും. പക്ഷേ അതൊരു സ്ട്രെനുവസ് പ്രോഗ്രാമാണ്. കാരണം മൈൻഡിൻ്റെ നാച്ചുറൽ ടെൻഡൻസി ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടി സന്തോഷം കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം നിൽക്കുമ്പോൾ ബോറടിക്കും, അപ്പോൾ അടുത്തതിൽ പിടിക്കും. അത് സീക്കേഴ്സിനും ഉള്ളതാണ്. കാരണം സീക്കേഴ്സിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പോരാ, അത് പോരാ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് വേറൊരു സാധനം കിട്ടിയാൽ അത് കുറച്ച് ദിവസം ചെയ്യും. അങ്ങനെ ഇവർ ജമ്പ് ചെയ്ത് പോകുന്നതിനും മനസ്സുറക്കത്തില്ല, കുറച്ച് കാലം ഇങ്ങനെ ഉറച്ച് നിൽക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാൽമീകിയെ പോലുള്ള ഒരാൾ വേറെ ഒന്നും കിട്ടിയില്ല, എന്തോ ഒരു കാര്യം കിട്ടി, അതിനെ അങ്ങ് പിടിച്ചു, അതിൽ തന്നെ റിയലൈസേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്ന വസ്തുവിലേക്ക് മനസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് മനസ്സിനെ എത്തിക്കുന്നതിനെ കോൺസെൻട്രേഷൻ എന്ന് പറയും. അത് ഈ എല്ലാ യോഗ പദ്ധതികളിലും അടിസ്ഥാനം. ടൂളുകൾ മാറും, അത്രയേ ഉള്ളൂ. ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നു എന്ന് വയ്ക്കുക, ശ്വാസം തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്വാസം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വരുമ്പോൾ ശ്വാസത്തിൻ്റെ ഇടവേളകളുണ്ടല്ലോ, ശ്രദ്ധിക്കാതിരിക്കാൻ ഒക്കില്ല. ഒരു ശ്വാസം എടുക്കുന്നു, തീരുമ്പോൾ ഒരു ഇടവേള, വിടുന്നു, വിട്ട് കഴിയുമ്പോൾ ഒരു ഇടവേള. അപ്പോൾ അവിടെ രണ്ട് ശ്വാസങ്ങളെ കൂട്ടിയിണക്കുന്ന രണ്ട് എംപ്റ്റി സ്പോട്ടുകളുണ്ട്.
അറിയാതെ തന്നെ നമ്മളിത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ ആദ്യം ഉണ്ടായിരുന്ന മഹാശൂന്യതയിലേക്ക് പോവുക, ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗുരു പറയുന്നു നിങ്ങളിത് ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നു, ശ്വാസത്തിൻ്റെ ഇടയിലുള്ള ഇടവേളകളിൽ ഒന്നുമില്ലാതിരിക്കുന്ന നിശ്ചലതയിൽ കാണുന്നു. അങ്ങനെ വന്ന് ശ്വാസം വിട്ട് നിശ്ചലതയിലേക്ക് ഇറങ്ങും. ഇറങ്ങുമ്പം ശ്വാസം എടുക്കേണ്ട ആവശ്യമില്ലാതാവും. കാരണം ആ നിശ്ചലതയിലെ സർവ്വ മെറ്റബോളിക് ആക്ടിവിറ്റിയും മിനിമത്തിൽ വന്നിരിക്കുക. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ഉള്ള എനർജിക്ക് വേണ്ടിയാണല്ലോ ശ്വാസം എടുത്ത് കൊടുക്കുന്നത്, ആഹാരവും കഴിക്കുന്നത്. ഇത് രണ്ടും ആവശ്യമില്ലാതെ വരുന്നു. അത് പ്രാക്ടീഷണേഴ്സിന് വരുന്നൊരു ഘട്ടമാണ്. മിനിമത്തിലേക്ക് എല്ലാം ഇറങ്ങും. അപ്പം നീഡ്സ് ഇല്ല, ബോഡിയും നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ അനുഗുണമായി നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് ചാടേണ്ട ആവശ്യമില്ല, കുറച്ച് എനർജിയുടെ ആവശ്യമേ ഉള്ളൂ. ആ എനർജി നല്ല പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്, ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുക. അപ്പോൾ അതിലേക്ക് തന്നെ ആ ഫോക്കസ് എങ്ങനെ നിൽക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്ട്രെയിൻ ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ ഇല്ല. ഒരുപാട് ദീർഘകാലം നിരന്തരമായി ചെയ്യുന്ന ഈ ഫോക്കസിങ്ങിൽ നിന്ന് വരുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനത്തിലോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ശിവരാജയോഗത്തിൽ മാത്രം ഇത് ടൂളുകളുണ്ട്, അത് ഗുരുപദേശം മുഖാന്തരം കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ശിവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മന്ത്രങ്ങൾ പോലെ ശ്വാസത്തിൻ്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളൊക്കെയാണ് അത് വളരെ ഗോപ്യമായ രീതിയിൽ സൂക്ഷിച്ച് കൊടുക്കുന്നത്. അതിനൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുമ്മാ അവൈലബിളാണ്, ചവറ പോലെ എവിടെയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ഗൗരവമില്ല. വലിയ വില കൊടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിക്കും. അത് അത്രയും വില ഉണ്ടെങ്കിലേ ഇതിന് വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് കച്ചവടക്കാർക്ക് ഇത് വലിയ സൗഖ്യമുണ്ട് ആണ്. കാരണം എന്ന് വെച്ചാൽ വലിയ വിലയിൽ സാധനം പ്രസൻറ്റ് ചെയ്താൽ വലുതാണെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോകും. അത് ഇത്രയും വില കൊടുത്തുകൊണ്ട് വിടത്തുമില്ല, കയ്യിലെ വെച്ചേക്കും, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇത് ആ വില എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അതിൽ ഇൻഡപ്റ്റഡ് ആണ് എന്നതാണ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം. നമ്മൾ ഈ മറ്റേതിൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ, തീവ്രമായ ആഗ്രഹത്തിൽ, അതല്ലാതെ വേറെ ഒന്നും നടക്കില്ല എൻ്റെ ജീവിതത്തിൽ, ഇതിന് തന്നെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നിൽക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാധകൻ. അപ്പോൾ അവന് വേറെ ഒന്നുമില്ല, ഇതിൽ തന്നെ നിൽക്കുക. അങ്ങനെ നിന്നിട്ട് ഈ ധ്യാനത്തിൻ്റെ സ്ട്രെയിൻ ഉണ്ടല്ലോ, ഈ ചാടിപ്പോണം, അങ്ങോട്ടിങ്ങോട്ട് ചാടുന്ന ആ ചാട്ടം കുറഞ്ഞ അനായാസമായി മനസ്സൊരു കേന്ദ്രബിന്ദുവിൽ, ഏത് ടൂളാവട്ടെ മന്ത്രമാവട്ടെ ഏതിലോട്ടും ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങും. സ്ട്രെയിനേ ഇല്ല. അപ്പോൾ റിലാക്സിങ് വിത്ത് ദ ഓബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ. അങ്ങനെ റിലാക്സ് ചെയ്യുന്ന വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിലേക്ക് എത്തി. അങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഇൻ്റഗ്രേഷനിലേക്ക്, സമാധി സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ധ്യാന വസ്തുവും ധ്യാനിക്കുന്ന ആളും ധ്യാനം എന്ന പ്രോസസ്സും കൂടെ ഒരുമിക്കുക. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ ഒരുമിച്ചിട്ട് ഇയാൾ ആ ധ്യാന വസ്തുവായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വേറെ ഒന്നുമില്ല ഇയാളുടെ മനസ്സിൽ, അങ്ങനെയാണ് മാറുന്നത്. ഇയാളുടെ മനസ്സിൽ ഈ ധ്യാന വസ്തു അല്ലാതെ മറ്റൊന്നുമേ ഇല്ല, അയാളെ തന്നെ ഇല്ല. ഞാൻ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഇയാൾക്ക് അറിയില്ല, ഈ ധ്യാന വസ്തു മാത്രമായിട്ട് നിൽക്കുക. അപ്പോൾ അത്രയും കോൺസെൻട്രേഷൻ അനായാസമായി നടക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തി. ധ്യാനം ഉറച്ചു. ധ്യാനം ഉറച്ചു കഴിയുമ്പോഴത്തേക്കും ഇയാൾ അതായി മാറുന്നത് കൊണ്ട് അതുവരെ ഇയാൾ അനുഭവിച്ചിരുന്ന പല ദുഃഖങ്ങളും വിഷമങ്ങളും ബേർഡൻസും ഒന്നും ഇപ്പോൾ അയാളെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾ അതിൽ നിന്ന് ഫ്രീ ആയി, അയാളുടെ പാസ്റ്റിൽ നിന്ന് അയാളങ്ങ് ഫ്രീ ആയി. ഇപ്പോൾ ഈ ധ്യാന വസ്തു മാത്രമാണ് ഇരിക്കുന്നത്. അപ്പം ഇയാൾ ഫീൽ ചെയ്യാൻ തോന്നും. ഇൻ്റലക്ച്വലായി ഈ സാധനത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പരിപാടി നിന്നു. ഈ ധ്യാന വസ്തു മാത്രമാണ്, ഒന്നും ചിന്തിക്കുന്നില്ല, അനാലിസിസ് ഇല്ല, സിന്തസിസ് ഇല്ല. ഇതാണ് കംപ്ലീറ്റ് സറണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളില്ല, ഇയാളാ സറണ്ടർ ചെയ്യുന്നു. ഇയാളില്ല, ധ്യാന വസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഉണ്ടാകുന്ന ഫീലിംഗാണ് ഈ ധ്യാനത്തിൻ്റെ അനുഭൂതി. അപ്പോൾ ഇയാളില്ലാതായി ഇയാളുടെ ബേർഡൻ മുഴുവനും സെറ്റിൽ ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ ഇയാൾ എത്തുന്ന ഒരു സെലിബ്രേഷൻ മോഡിൽ ഇയാളെ ഇല്ലാതായി പോകുന്നു, ധ്യാന വസ്തുവും ഇല്ലാതായി പോകുന്നു, പർപ്പസ് ഫുൾഫില്ലായി. അതിനെയാണ് നമ്മൾ വലിയ കൂടിയ സമാധി എന്ന് പറയുന്നത്, നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ധ്യാന വസ്തുവും ഡിസോൾവ് ചെയ്തു, പിന്നെ മഹാശൂന്യം, അതാണ് പർപ്പസ്. ഇപ്പോൾ ആ പർപ്പസ് ഫുൾഫില്ലായി. ആ ഫുൾഫില്ലായിട്ട് പിന്നെ എന്താണ്, ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ശരീരം എടുത്തതിൻ്റെ പർപ്പസ് അതാണെന്ന് തിരിച്ചറിഞ്ഞ ആളായതുകൊണ്ട് ഈ ശരീരം കൊണ്ട് വേറെ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല ഇനി. അപ്പോൾ ഈ ശരീരം അത് റെക്കഗ്നൈസ് ചെയ്യും,
റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ശരീരം നോർമലായി ഈ ശരീരം ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നോർമലായി ശരീരം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ. നേരത്തെ മരണഭയം ഉണ്ടായിരുന്ന ആളാണ്. അയാളുടെ ശരീരം ഇപ്പോൾ ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അയാൾ കണ്ടുകൊണ്ട് സാക്ഷിയായി നിൽക്കുകയും ശരീരം അങ്ങ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ സനാതനനായി ഇവിടെ ഉണ്ടാവും. എല്ലാ കാലത്തും നിൽക്കുന്ന സത്യമായി ഈ ആൾ മാറും. അതാണെന്ന് അയാൾ തിരിച്ചറിയും. അയാൾക്ക് വേറെ ഒന്നും അല്ല ഇപ്പോൾ പ്രാമുഖ്യം, ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ആ ഡിസൊല്യൂഷൻ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ ഈ മഹാസമാധി എന്ന് പറയുന്നത്. അങ്ങോട്ടേ അറിയൂ. ഇതാണ് ആ സ്കീം. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് എവിടെയാണ്? യോഗം ലീഡ് ചെയ്യുന്നത് ഈ ജ്ഞാനത്തിലേക്കാണ്. നേരത്തെ ഇഗ്നോറൻസിലാണ് നമ്മൾ നിന്നത്. ആ ഇഗ്നോറൻസിൽ നിന്ന ആൾ ഇപ്പം ജ്ഞാനിയായി മാറിയിരിക്കുക. കാരണം ഏതാണോ അതിൻ്റെ എവിടെയാണോ എത്തേണ്ടത് അത് മാത്രമായി മനസ്സിലെ ഗോള്. അപ്പം മനസ്സ് ആ ഗോളായിട്ട് നിൽക്കുക. ആ ഗോളിൽ റീച്ച് ചെയ്തു. ആ ഗോൾ എന്താണ്? ആ മഹാപൂർണ്ണതയോ മഹാശൂന്യതയോ രണ്ട് വാക്കും പറഞ്ഞോളൂ, അതിൽ അയാളങ്ങ് നിൽക്കുക. അയാൾക്ക് നാശമില്ലാത്തവനായി അവിടെ നിൽക്കുക. എപ്പോഴും ഉള്ളവനായി, നിത്യനായി, നിരാമയനായി, ഒന്നുമായി ബന്ധമില്ലാത്തവനായി, എന്നാൽ എല്ലാത്തിൻ്റെയും സാക്ഷിയായി, സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താണ് അത്, അങ്ങനെ അങ്ങ് നിൽക്കുക. അതിനെയാണ് നമ്മൾ ഈ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. യോഗ മീൻസ് ഫ്രീഡം. അപ്പോൾ ഈ ശിവരാജയോഗത്തിൻ്റെ ഗോളെന്ന് പറഞ്ഞാൽ ഈ സ്ഥലമാണ്. ഈ ഗോളിലേക്ക് എത്തുക, അതിലേക്ക് ഇറങ്ങി നിന്ന്, ഇതിനെയാണ് നമ്മൾ കൈവല്യം എന്ന് പറയുന്നത്. പിന്നെ ഒന്നുമില്ല, തൃപ്തിയായെന്ന്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കിയതല്ല. ഞാൻ തൃപ്തിയായി എനിക്ക്. അപ്പോൾ എന്നാണ് യാത്ര? നാളെ പോകുന്നെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ. നാളെയാണ് സമാധി. നാളെ സമാധിയോ? അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ലെന്ന്. എന്നാൽ എല്ലാവരും കൂടെ അങ്ങ് വട്ടം ചുറ്റുക. വട്ടം ചുറ്റിയിട്ട് സ്വാമി ഇങ്ങനെയാണെന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല ഇതുവരെ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ. അദ്ദേഹം അങ്ങ് പറയാൻ തുടങ്ങി. അവിടെ നിന്നുണ്ട് അങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കേട്ടവർക്ക് അവിടെ നിന്നല്ലേ മനസ്സിലാവും. അവിടെ നിൽക്കുന്നവർക്കല്ലേ ഇത് അറിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ കുറേയൊക്കെ കിട്ടി, കുറേയൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അധികം പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഇങ്ങനെ കഥകളുണ്ടല്ലോ. അപ്പം ഈ ഈശാവാസ്യോപനിഷത്തിൻ്റെ ബാക്കിലുള്ളൊരു സ്റ്റോറിയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇതിനാണ് കൈവല്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലീനായിട്ട് സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ യോഗത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തോ കാരണവശാൽ നമ്മുടെ പാരമ്പര്യത്തിൽ ഇതിങ്ങനെ വന്നതുകൊണ്ട് നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി. ഇനി വേറൊരു സ്ഥലം നോക്കിയാലും ഇവിടെ തന്നെ എത്തും. അതുകൊണ്ട് അങ്ങനെ ഒരു യോഗവും ഒന്നിൽ നിന്ന് സുപ്പീരിയറായി ഇല്ല. എല്ലാം യോഗം തന്നെയാണ്. യോഗം എന്ന് പറഞ്ഞാൽ ആ യൂണിയന് വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ പടിപടിയായിട്ട് ഇതിനകത്ത് സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ബ്രഹ്മാനുഭൂതി എന്ന് പറയുന്ന അനുഭൂതിക്ക് വേണ്ടിയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത്. ഈ 3 പാദങ്ങളും വരുന്നത്. ചര്യ, ക്രിയ, യോഗം. അത് ആ ബ്രഹ്മാനുഭൂതിക്ക് വേണ്ടിയാണ്. ആ യൂണിയനിൽ നമ്മളെല്ലാം മറന്നിരിക്കുന്നതിനാണ്. ബാക്കിയെല്ലാം പോയി. അതുവരുണ്ടായിരുന്ന വീടോ കുടുംബമോ പണമോ സ്വത്തോ ഒന്നും ഇപ്പോൾ പ്രശ്നമില്ലാന്ന്. ഇത് വലിയ പ്രശ്നമാണെന്ന്. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തി ആ ഒരു അനുഭൂതിയായി അങ്ങനെ നിൽക്കുക. ഇതിനെയാണ് നമ്മൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ല, ഈ നമ്മളുണ്ടാക്കുന്ന ആപേക്ഷികമായ അറിവിനെ അല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം അനുഭൂതിയായി മാറി അനുഭൂതി മാത്രമായി അങ്ങനെ നിൽക്കുന്നു. അതിനെയാണ് നമ്മൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഗോൾ. അപ്പോൾ ചര്യ, ക്രിയ, യോഗം എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തിലേക്കുള്ള 3 പടവുകളാണ്. ആ ജ്ഞാനവും കൂടെ ചേർത്ത് 4 പടവുകളാണ്. ഈ 4 കൂടെ ചേർത്താണ് നമ്മുടെ ഈ ശിവരാജയോഗം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ബേസ്. കഴിഞ്ഞ സത്സംഗത്തിൽ അങ്ങ് നിരീക്ഷകനെ കുറിച്ച് പറയാൻ നോക്കി. അപ്പോൾ ഈ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച എല്ലാത്തിനും സാക്ഷിയായി ആ ധ്യാന വസ്തു ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണോ നിരീക്ഷകൻ എന്ന് ഉദ്ദേശിച്ചത്? അത് തന്നെ. അതിങ്ങനെ നമ്മൾ നോക്കിയാലേ നമുക്കൊരു സങ്കല്പം കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്നും സങ്കല്പത്തിൽ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല.
അതിന് എളുപ്പം നമുക്ക് നോക്കിയാൽ ഇപ്പം ഈ മലന്ന് രാത്രി ക്ലീൻ സ്കൈ ഉള്ള ഒരു നൈറ്റിൽ ആകാശം നോക്കി ഇങ്ങനെ മലന്ന് കിടക്കുന്നു ഒരു ഓപ്പൺ സ്പേസിൽ എന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നു ഇങ്ങനെ സ്റ്റാർസ് എല്ലാം ഗ്ലിറ്റർ ചെയ്യുന്നു, എന്തൊക്കെയോ ഗ്ലിറ്റർ ചെയ്യുന്നു. അപ്പം അവിടെ ഗ്ലിറ്റർ ചെയ്യുന്ന കുറേ ഓബ്ജക്ട്സ്, ഇതൊക്കെ ഹ്യൂജ് കാര്യങ്ങളാണ്. നമ്മൾ എർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പൊട്ട് പോലും ഇല്ല ഈ കൂട്ടത്തിൽ. അപ്പോൾ അത്രയും ഹ്യൂജായിട്ടുള്ള സാധനങ്ങൾ നിറഞ്ഞ് ആകാശം മുഴുവനും മില്യൺസ് ആൻഡ് ബില്യൺസ് ഇത് ഇങ്ങനെ കിടക്കുമ്പം അത് കിടക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പ്രതലമൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു വാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ്സാണ്. ഈ ചലനങ്ങളിലാണ് ടൈമും കാലവും, ദേശ കാര്യകാരണ ബന്ധം ഇതിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിൽ കിടക്കുന്നതിൽ ഇതൊന്നുമില്ല, അതില്ലെങ്കിൽ ഇതില്ല. അതുകൊണ്ട് അതെല്ലാത്തിനും നിമിത്തമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതൊന്നും ചെയ്യുന്നില്ല, ഇതെല്ലാം സംഭവിക്കുന്നു എന്നെടുക്കുന്ന സ്കൂളുകളുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതിനെല്ലാം മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുന്ന ഈ മൈൻഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കണ്ട പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു തരംഗം ആയിട്ട് അതിൻ്റെ പാർട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് തന്നെയാണ് എന്നറിയുകയും അതാണെന്ന് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ ഒരു ചെറിയ ഹെവിനെസ് ഉണ്ട്. ആ ഹെവിനെസ്സിനെ ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഈ ബ്രഹ്മൈക്യം എന്ന് പറയുന്നത്. അവിടെ എത്തുന്നതല്ല. ഈ പ്രപഞ്ചമാണ് ഞാനെന്നറിയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതമായി അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ആ മഹാസംഭവം ആണ് ഞാനെന്നറിയണമെങ്കിൽ ഈ മുമ്പ് കിടക്കുന്ന ചലനം അല്ല ഞാനെന്നറിയണം. ഇതങ്ങ് ഡ്രോപ്ഡ് ആകുന്ന സമയത്ത് വരുന്ന പിന്നെന്താണെന്നും പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ ഊഹിച്ചാലും ഒരു ചെറിയ സുഖമുണ്ടല്ലേ. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മാറുന്നത് അതാണ് സാക്ഷി. നമ്മൾ ഈ കാഴ്ചക്കാരൻ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം, അങ്ങനെ സൂചിപ്പിച്ചെന്നു, വേറെ ഏതോ പേരിലായിരിക്കും പറഞ്ഞു. നിരീക്ഷകൻ. ആ നിരീക്ഷകൻ, ആ ഒബ്സർവർ എന്ന് വിറ്റ്നസ് എന്ന് എടുക്കാം. ആ വിറ്റ്നസ്സാണ് ഉള്ളത്, ആകെ അതേ ഉള്ളൂ. ഈ വിറ്റ്നസ് അകത്ത് ഇരിപ്പുണ്ട്. രണ്ട് ചിന്തകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പിൽ ഈ വിറ്റ്നസ് ഇരുന്നുണ്ട്. ആ ചിന്തകളെ കാണാൻ പറ്റും. ആ പറയുന്ന ആ വിറ്റ്നസ്സാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഈ ചലനങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ആ വിറ്റ്നസ്സിലോട്ടാണ്. ഈ പ്രപഞ്ചം സെറ്റിൽ ചെയ്യുന്നത് ആ വിറ്റ്നസ്സിലോട്ടാണ്. എല്ലാം കൂടെ ഒരു കോൺസെൻട്രേറ്റഡ് ബിന്ദുവായിട്ട് മാറുന്ന ഒരു ബ്ലാക്ക് ഹോളായി മാറുമ്പോൾ അത്രയേ ഉള്ളൂ, ഒന്നുമില്ലത്. അപ്പോൾ അതിൻ്റെ പുറകിൽ അത്രയും വിശാലമായി നിൽക്കുന്ന ഈ പറയുന്ന വിറ്റ്നസ് തന്നെയാണ് നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ഈ ചലനത്തിൻ്റെ ബേസിൽ നിന്ന് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അറിയാൻ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രയാസമില്ല. അതാണ് അതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്താനാണ് ഈ സ്കീമുകളെല്ലാം വന്നിരിക്കുന്നത്. ഇവർ തമ്മിലൊന്നും ബുദ്ധിയില്ലെങ്കിൽ അറിവില്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ചെയ്യാമെന്നല്ലാതെ ഇത് കോംപ്ലിമെൻ്ററി ആണെന്ന് എടുക്കണം. രണ്ട് സിസ്റ്റങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഫീലിംഗാണ്. ഇനി ഒരാൾ മറ്റൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവൻ നമ്മുടെ ശത്രു ആവുന്നില്ല. അയാളും അവിടെ എത്താൻ ശ്രമിക്കുന്നു, നമ്മളും അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂട്ടായി ഇങ്ങനെ ആ സോഴ്സിലേക്ക് സഞ്ചരിക്കുന്നു എന്ന ഒരു സഹോദര്യം അത് ഉണ്ടായാൽ മതിയാവും. ശാന്തി പ്രസാദ് ജിയുമായിട്ട് നമ്മുടെ സത്സംഗം ഇതിനു മുന്നേ 2 എപ്പിസോഡ് ശിവരാജ യോഗി എന്ന് പറയുന്ന 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിൽ നമ്മൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന, ഇത്രയും വർഷങ്ങളോളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ മാർഗത്തെക്കുറിച്ചാണ്, ശിവരാജ യോഗം എന്നുള്ള ആ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അത് അദ്ദേഹം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ശരിക്കും ഈ ഒരു ശിവരാജ യോഗം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഗുരുമുഖത്ത് നിന്നും ഡയറക്റ്റായിട്ട് കേട്ട് മറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പദ്ധതിയാണ്. കാരണം ഓരോ വ്യക്തികളുടെ മനോതലം അനുസരിച്ചാണ് ഈ മാർഗത്തിൻ്റെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഗുരുവിന് മാത്രമേ വരുന്ന സാധകൻ്റെ ആ ക്വാളിറ്റി, ആ മനോതലത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ചുള്ള ഉപദേശങ്ങൾ നൽകാനും സാധിക്കുകയുള്ളൂ.
അപ്പം ഗുരുമുഖത്തു നിന്നും ഡയറക്റ്റായിട്ട് കേട്ട് മനസ്സിലാക്കി അനുഭവത്തിലൂടെ അറിയേണ്ട ഒരു പദ്ധതി തന്നെയാണ് ശിവരാജയോഗം. എന്നാലും നമ്മൾ സാധകർക്ക് മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം ഒരു ജനറൽ ഔട്ട്ലൈൻ പോലെ നമ്മളിലേക്ക് എത്തിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അതിന് കാണിച്ച ആ ഒരു മഹാമനസ്കതയ്ക്ക് നമ്മൾ സാധകർ എന്നും നന്ദിയുള്ളവരായിരിക്കും. എന്തായാലും നമ്മളോട് ഇത്രയും നേരം അങ്ങ് സംസാരിച്ചതിന്, ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയതിന് നമ്മൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അങ്ങ് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശിവരാജയോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 4 ബേസിക് സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ചര്യ, പിന്നെ ക്രിയ, പിന്നെ യോഗം, പിന്നെ ജ്ഞാനം. ഇത് 4 പോയിൻറ്റും മറക്കാതിരിക്കുക. ഇത് മറന്നു പോകരുത്. ഇത് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ജീവിതത്തിനെ ക്രമീകരിക്കുക. ചര്യ എന്ന് പറയുന്നത് ജീവിതത്തിനെ പതുക്കെ ഈ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ട് മാറ്റുന്നതിൻ്റെ ഭാഗമായി ഈ ക്രമീകരിച്ചെടുക്കുക. ഈ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തോട്ട് ഒതുങ്ങിയിരിക്കാൻ ശ്രമിക്കണം. പിന്നെ 2, ഈ നമ്മുടെ ബ്രത്തും നമ്മുടെ ശരീരത്തിൻ്റെ ഇന്നർ ഫങ്ഷനും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചുരുങ്ങിയ പക്ഷം സ്വന്തം ശ്വാസത്തിന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് സമയം ചെലവിടണം. ആ ശ്വാസത്തിനെ ശ്രദ്ധിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ ഇടയിലുള്ള ഇടവേളകളെ കാണേണ്ടി വരും. കാണാതിരിക്കാൻ ഒക്കില്ല. അപ്പോൾ അകത്തോട്ട് ശ്വാസം എടുക്കുന്നു, എടുത്തതിന് ശേഷം ഒരു ഇടവേള, വിടുന്നതിന് ശേഷം ഒരു ഇടവേള. അപ്പോൾ ശ്വാസത്തിൻ്റെ ആകെ ഫങ്ഷനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകും. അങ്ങനെ ആ ഇടവേളകൾ കണ്ടു തുടങ്ങുമ്പോൾ ആ ഇടവേളകളിലേക്ക് വിശ്രമിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മൈൻഡിലേക്ക് നോക്കുക, നമ്മുടെ മനസ്സിലേക്ക് തന്നെ നോക്കുക. മനസ്സിൽ വരുന്ന തോട്ടുകളെല്ലാം കാണും. കണ്ടിട്ട് ആ തോട്ടുകൾക്കിടയിലുള്ള ഇടവേളയുണ്ട്, അത് നോക്കുക. ആ ഇടവേളകൾ വികസിച്ച് വരും. ആ ഇടവേളകളിലേക്ക് വിശ്രമിക്കുക. അവിടെ ഒരു ഇൻഫൈനൈറ്റായിട്ടുള്ള ഒരു എംപ്റ്റിനെസ് ഉണ്ട് എന്ന് കാലം കൊണ്ട് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ നിങ്ങളുടെ ഗോള് പൂർണ്ണമാകും. അതായിരിക്കും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു അഡ്വൈസ് ചുരുക്കത്തിൽ.